കർത്താവിന് മഹത്വം. प्रभु को महिमा मिले. വീണ്ടും നമുക്ക് കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. फिर भी और एक दिन प्रभु के संगति में रहने के लिए प्रभु ने सुंदर अवसर बना कर दिया, उसके लिए प्रभु धन्यवाद देता हूँ. നമ്മൾ ഈ വചനം അന്യോന്യം പങ്കുവെക്കുമ്പോഴും കർത്താവിനോടുള്ള കൂട്ടായ്മയുടെ മാധുര്യം നമ്മൾ അനുഭവിക്കുകയാണ്. जब हम इस वचन को आपस में बांटता है तब हम प्रभु के साथ का संगति का उस अनोखा अनुभव को हम पाते हैं. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നീ നിലയിൽ നമ്മൾ പുരോഗമിക്കുമ്പോൾ കൂട്ടായ്മയുടെ മാധുര്യം കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുന്നു. पिछले दिनों में हमने जो सीखा था, एक नया हृदय और नया आत्मा और पवित्र आत्मा, ये तीनों बातों को मिलकर के जब हम आगे बढ़ते रहता है, उसका मीठाइस भी बढ़ते रहता है. നമുക്ക് വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് ധ്യാനത്തിനെടുക്കാം. वही बातों को हम वापस उसका अपने वचन ध्यान में लाएंगे. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ पहला यूहन्ना पहला अध्याय 5-ഉം 6-ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് തുടങ്ങാം. उसका 5 और 6 वचन पढ़कर हम शुरू करेंगे. पहला यूहन्ना पहला अध्याय का 5-6 वचन. जो समाचार हमने उससे सुना और तुम्हें सुनाते हैं वह यह है कि परमेश्वर ज्योति है और उसमें कुछ भी अंधकार नहीं. यदि हम कहे कि उसके साथ हमारी सहभागिता है और फिर अंधकार में चले तो हम झूठ है और सत्य पर नहीं चलते. അപ്പം സത്യം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? सच्चाई का कार्य करने का अर्थ क्या है? നമ്മൾ പുറത്തുപോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സത്യം ചെയ്യുന്നതിനെ കുറിച്ചല്ല हम ഇവിടെ लोग പറയുന്നത്. बाहर जाकर के कोई सच्चाई का काम किया उसका बारे में हम नहीं बोलता. ദൈവം ന്യായപ്രമാണം കൊടുത്തത് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിച്ചാൽ ന്യായപ്രമാണം ഭാരമുള്ളതല്ല. जब प्रभु ने व्यवस्था दिया था, यदि हम प्रभु के सन्निधि में रहकर के कार्य करता है तो व्यवस्था एक बारी नहीं. അപ്പൊ ദൈവവുമായുള്ള കൂട്ടായ്മ കൂടാതെ മോഹിക്കരുത് എന്ന കൽപ്പന ചെയ്യാൻ പോയാൽ അവർക്ക് അത് ഭയങ്കര ഭാരമാണ്. यदि प्रभु का संगति रहते बिना अगर मोह नहीं करना, वो बात को अगर खुद वो करने के लिए जाएगा तो उनके लिए भारी है. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറത്ത് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിലായിരിക്കുന്നതിനെയാണ് സത്യം പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. हमारा हर एक काम जो है वो प्रभु की संगति में रहकर के अगर हम करता है तो उस काम को बोलता है सच्चाई का काम. അപ്പോൾ കൂട്ടായ്മയിൽ ഇരിക്കുക എന്ന് പറയുന്നത് സത്യം പ്രവർത്തിക്കുക എന്നാണ്. संगति में रहने का अर्थ क्या है? हम सच्चाई का कार्य करना या सच्चाई में रहना. അപ്പൊ നമ്മളിൽ ഏതൊരു നല്ല പ്രവൃത്തിയും വെളിപ്പെടണമെങ്കിൽ അത് കർത്താവ് തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് ചെയ്യുകയാണ്. हमारे में कोई भी भले काम अगर प्रकट होना है तो वास्तव में प्रभु हमारे में रह करके प्रभु स्वयं करता है. ലോകത്തിൽ ഒരുപാട് പേര് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. दुनिया में बहुत से लोग अच्छे अच्छे काम करते हैं, അത് അവരുടെ സ്വയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. परंतु वो सारे काम उन लोग अपनी स्वयं में करता है. അത് ദൈവം സ്വീകരിക്കില്ല. वो काम कभी भी प्रभु स्वीकारेंगे नहीं. നമ്മളിൽ കർത്താവ് വസിച്ചുകൊണ്ട് കർത്താവ് നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. हमारे में प्रभु रह करके जो प्रभु करता है वही बातों को कामों को प्रभु ग्रहण करता है. അപ്പൊ നമ്മൾ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ വളരെ സുരക്ഷിതത്തിലാണ്. हम जब भी संगति में रहता है तो हम बहुत सुरक्षा में है. ആരും നമ്മളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. कोई भी हमें छूने नहीं देता प्रभु ने. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. അതായത് കർത്താവ് പറഞ്ഞു, എന്റെ മരണത്തോളം, എന്റെ വരവോളം എന്റെ മരണത്തെ പ്രസ്താവിക്കും. पिछले दिन में हमने कहा था कि ये प्रभु की उपस्थिति में आकर के जो प्रभु में हम जब करता है वो एक घोषणा है, क्योंकि वो प्रभु का आगमन तक ये मृत्यु की घोषणा हमें करना है. അപ്പോൾ 1 കൊരിന്ത്യർ 10-16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. जब पहला कोरिन्थी 10 अध्याय का 16 वचन में हम पढ़ता है उसकी लघु की सौभाग्यता. അപ്പോൾ നമ്മൾ വീണ്ടും ഈ കർത്താവിന്റെ കൂട്ടായ്മയ്ക്ക് രക്തം എത്രത്തോളം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എത്രത്തോളം നമുക്ക് ആവശ്യമാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. फिर से हम ये बात को देखेगा कि प्रभु की संगति के लिए प्रभु की लघु का कितना अनिवार्यता है, ये बात प्रभु हमें दिखाता है. അപ്പൊ നമ്മള് ഇനി ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ यदि हम इसराइल लोगों का चरित्र पढ़ें तो യേശുക്രിസ്തുവിന്റെ രക്തം ഏതെല്ലാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കൂട്ടായ്മയിലൂടെ അറിയുകയാണ്. जब प्रभु यीशु मसीह के लघु कैसे कैसा रीति में कार्य करता है ये हम संगति के द्वारा मालूम पड़ता है. നമ്മള് ദൈവം എന്തുകൊണ്ടാണ് ജനത്തോട് പെസഹ ആചരിക്കണമെന്ന് പറഞ്ഞത്? परमेश्वर ने क्यों पसगा का पर्व मनाने के लिए लोगों को बोला था? അവരെ ഒരിക്കൽ പെസഹ ആചരിക്കുകയും പിന്നീട് ആ ആചരണം നിരന്തരം ഓർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. वे लोग एक बार जब मिस्र से छुटकारा पाने के लिए पसगा मनाना था, साथ ही साथ
हमेशा याद आए इसके लिए पेसका का पर्व उन लोग पर्व रूप में मनाना भी था. അപ്പോൾ അവിടെ പുറപ്പാട് പുസ്തകം 12:13 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ രക്തം കാണുമ്പോൾ. जब निर्गमन का किताब 12 अध्याय का 13 वचन में प्रभु कहता है कि जब मैं लहू देखेगा ഞാൻ നിങ്ങളെ കടന്നു പോകും मैं तुम्हें पार हो जाएगा. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കില്ല. बोलने का अर्थ मैं तुझ पर दंड आने नहीं देगा. അതായത് ഈ സ്ട്രൈക്കിംഗ് ഏഞ്ചൽ അല്ലെങ്കിൽ സംഹാരദൂതൻ നിങ്ങളെ തൊടുകയില്ല. बोलने का अर्थ क्या है कि जो संहार करने वाला दूत जो है वो आपको छुएंगे नहीं. ചിലർ ചിന്തിച്ചിരിക്കുന്ന സംഹാരദൂതൻ സാത്താനാണെന്നാണ് ചിന്തിക്കുന്നത്. कई लोग ये सोचते हैं कि ये जो संहार करने वाला शैतान है करके सोचते हैं. ഒരിക്കലുമല്ല, कभी नहीं. അത് ദൈവത്തിന്റെ ദൂതനാണ്. वो परमेश्वर का भेजा हुआ दूत है. ദൈവത്തിന്റെ ദൂതൻ ദൈവജനത്തെ സ്പർശിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ കവർ ചെയ്തിട്ട് ദൈവവുമായിട്ടുള്ള രക്തം തളിക്കാത്ത, രക്തം പുരട്ടാത്ത വീടിനെ സംഹരിക്കുന്നു. जब परमेश्वर का दूत संहार करने के लिए जब आते थे तो जिस घर में लहू का चिन्ह नहीं दिखता था, उसमें कवर नहीं किया गया था, उन लोगों को वो नाश करते थे. നമ്മുടെ 12 അധ്യായത്തിന്റെ 13 വാക്യം ഒന്ന് വായിക്കാം. जब निर्गमन 12 अध्याय का 13 वचन हम पढ़ेंगे. निर्गमन 12 अध्याय का 13 वचन. और जिस घर में तुम रहोगे उन पर वह लहू तुम्हारे लिए चिन्ह ठहरेगा, अतः मैं उस लहू को देखकर तुमको छोड़ जाऊंगा. നോക്കുക, ഞാൻ രക്തം, ആരാണ് രക്തം കാണുന്നത്? मतलब कौन लहू देखता है? രക്തം കാണുന്നത് ആ രക്തം പുരട്ടുന്ന ആളല്ല. वो लहू जो देखता है वो लगाने वाले लोग नहीं. രക്തം പുരട്ടിയിട്ട് അവർ അകത്തിരിക്കുകയാണ്. वो लोग लहू लगा करके घर के अंदर रहता है. എന്താണ്? ന്യായവിധി വരുന്നു. परंतु जब न्याय आता है, അപ്പം ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിന് രക്തത്തിന്റെ കൂട്ടായ്മ, അതാണ് നമ്മൾ മേശയിൽ ഓർക്കുന്നത്. जब इस न्याय से हमें छुड़ाने वाला प्रभु यीशु मसीह की लहू की सौभाग्यता वही हम संगति में याद करते हैं. അപ്പോൾ ദൈവം ഒരു വീടിന്റെ മുമ്പിൽ രക്തം കാണുമ്പോൾ जब एक घर के ऊपर जब लहू देखता है, അവനെ നശിപ്പിക്കുന്നില്ല. उसको नाश नहीं करता. ഇതാണ് പുതിയ നിയമത്തിൽ. ये है नया नियम है. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ जब हम प्रभु की उपस्थिति में संगति के लिए आता है, ദൈവത്തിനും നമുക്കും മധ്യേ प्रभु और हमारे बीच में യേശുവിന്റെ രക്തം കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം ഒരിക്കലും നശിപ്പിക്കത്തില്ല എന്നുള്ള ഉടമ്പടിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. हमें प्रभु के साथ का संगति में लेकर आता है. बोलने का अर्थ क्या है कि कभी भी हमें प्रभु नाश नहीं करेगा. इस अवस्था में प्रभु हमको लेकर आता है. അപ്പോൾ നമ്മളിലൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ സംഹാരദൂതൻ സാത്താനാണ്. कई बार हम लोग गलत रीति में सोचते हैं कि ये संहार करने वाला दूत जो है वो शैतान है. അവിടെ നമ്മൾ ദാവീദ് ജനത്തെ എണ്ണിയപ്പോൾ ദൈവം ന്യായവിധി അയച്ചു. എന്നാൽ ദൈവം യെരുശലേമിനോട് അടുത്തപ്പോൾ ദൈവം ഈ സംഹരിക്കുന്ന ദൈവത്തിന്റെ ദൂതനോട് പറയുകയാണ്. അത് നമ്മൾ 1 ശമൂവേൽ 24:16 വാക്യം വായിക്കുമ്പോൾ അറിയാം നമുക്കത്. ദൈവം തന്റെ ദൂതനോട് പറഞ്ഞു, നിന്റെ സംഹാരം നിർത്തണം. जब पहला शमूएल 24 अध्याय का 16 वचन में जब दावीद का जीवन में एक बहुत बड़ा गलती हुआ कि उन्होंने अपने लोगों को गिनने लगा, वो गिनने के कारण इसराइल के ऊपर बहुत बड़ा वादा आया. वो वादा करने वाला स्वर्गदूत को प्रभु ने कहा कि अभी रुक. അത് സാത്താനാണോ? ये वो जो दूत था वो क्या शैतान था? ഒരിക്കലുമല്ല. नहीं, അവിടെ कभी नहीं. വ്യക്തമായി വേണേ വായിക്കാം. 2 ശമൂവേൽ 24:16. दूसरा शमूएल 24 अध्याय का 16 वचन. परंतु जब दूत ने यरूशलेम का नाश करने को उस पर अपना हाथ बढ़ाया, तब यहोवा उस विपत्ति डालकर शोकित हुआ और प्रजा का नाश करने के दूत से कहा, बस कर, अब अपना हाथ खींच. അപ്പോൾ ആരാണ് അവിടെ സംഹാരം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ന്യായവിധി കൊണ്ടുവരുന്നത്? यहाँ पर यो ताड़ना कौन लाया? ദൈവമാണ്. परमेश्वर ने लाया. അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചത് ദൈവ കോപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്. കാരണം അവനിൽ വിശ്വസിക്കുന്നവന് ദൈവകോപം ഇല്ല. मतलब परमेश्वर ने अपने पुत्र को ये जगत में क्यों भेजा कि हमें उस परमेश्वर के उस भयंकर ताड़ना से बचाने के लिए. क्योंकि वचन कहता है जो भी प्रभु ईश्वर पर विश्वास करता है उसको दंड किया गया नहीं. അപ്പൊ കൂട്ടായ്മയ്ക്ക് വരുന്ന വ്യക്തിക്ക് ആദ്യം ഈ ബോധ്യം ഉണ്ടാകണം. अभी संगति में आने वाला व्यक्ति को ये बात का बारे में समझ होना चाहिए. ഈ ന്യായവിധി ചുമന്ന് മാറ്റിയത് കർത്താവ് ഏതാണ്? രക്തത്തിന്റെ കൂട്ടായ്മ. क्योंकि प्रभु ने हमारे ऊपर का जो ताड़ना जो है उड़ा करके हमसे दूर किया. ये है लहू की सौभाग्यता. അപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ जब हम प्रभु के निकट आते हैं, ഈ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു, ദൈവമുഖമായി സംസാരിക്കുന്നു, നമ്മുടെ പക്ഷത്ത് രക്തം നിൽക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ. जब प्रभु यीशु मसीह की लहू की इतना बड़ा महत्व हमें जानना है कि ये लहू क्या करता है. हमें पिता परमेश्वर की सन्मुख आने देता है, हमें क्रोध से बचाता है, प्रभु का सन्निधि में हमको लेकर आता है. ये महत्व को जान करके हमें प्रभु को महिमा करना है. അപ്പം നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഒരുപാട് വാക്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 12:23 കൂടെ വായിക്കാം. और हम एक वचन पढ़ेंगे. निर्गमन 12 अध्याय का 23 वचन.
क्योंकि यहोवा देश के बीच होकर मिस्रियों को मारता जाएगा, इसलिए जहां जहां वह चौखट पे सिरे और दोनों लंगरों पर उस लहू को देखेगा, वहां वहां वह उस द्वार को छोड़ जाएगा और नाश करने वालों को तुम्हारे घर में मरने के लिए न जाने देगा। കണ്ട, ഞാൻ രക്തം കാണുമ്പോൾ എന്ന് പിന്നെയും അവിടെ പറയുകയാണ്, यहाँ पर प्रभु वापस कहता है कि जब मैं लहू देखेगा, നിങ്ങളുടെ വീടുകളിൽ മേൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാര ദൂതനെ ഞാൻ സമ്മതിക്കുകയില്ല. तुम्हारे घरों में संहार करने के लिए संहार दूत को मैं कभी अनुमति नहीं दूंगा। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ധൈര്യം എന്താണ്? अभी प्रभु का उपस्थिति में हमारा हिम्मत क्या है? ദൈവം എന്നെ അവന്റെ കോപത്തിനല്ല, प्रभु ने हमें उसके क्रोध के लिए नहीं, പിന്നെ അവന്റെ രക്ഷയ്ക്കായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. उनके उद्धार पाने के लिए मुझको चुना है। അപ്പോൾ ദൈവത്തോടുള്ള ഭയം ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല, जो इसका मतलब परमेश्वर का जो भय जो है वो परमेश्वर मुझको ताड़ना देगा, वो नहीं, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിലുള്ള ഭയം, प्रभु के साथ का प्रेम में होने वाला भय, ദൈവത്തോടുള്ള ബഹുമാനമാണ്. प्रभु के साथ का आदर का भय। ദൈവം എന്നെ ഈ രീതിയിൽ കരുതിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയഭക്തിയാണ്. प्रभु मुझको मैं जाने के लिए इतना महान कार्य किया, इसका जो एक आदर सम्मान करते हुए भय। അപ്പോൾ നേരത്തെ ദൈവത്തോട് ശത്രുതയായിരുന്ന ഈ ഹൃദയം പുതുക്കപ്പെട്ട് ഇപ്പോൾ ദൈവത്തോട് നല്ല കൂട്ടായ്മയിലാണ്. पहले प्रभु के साथ दुश्मनी में थे, परंतु अभी प्रभु के साथ मेल का करके प्रभु के साथ अच्छा संबंध में। അപ്പൊ നമ്മള് 1 Korinത്യർ 11 അധ്യായത്തിൽ നമ്മൾ വായിച്ച രക്തത്തിന്റെ കൂട്ടായ്മയുടെ മഹത്വത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. जब 1 कोरिन्थियों 11 अध्याय में भी हमने जो मेष के ऊपर हमने प्रभु के बारे में पढ़ा था, उस संगति के महत्व के बारे में हम लोग ध्यान करता നമ്മുടെ है। എബ്രായ ലേഖനം 11:28 നമ്മൾ വായിക്കാം. जब इब्रानियों का पत्री उसका 11 अध्याय का 38 हम पढ़ेंगे। इब्रानियों 11 का 28 इब्रानियों 11 अध्याय का 28। विश्वासी ही से उसने फसह और लहू बिछड़ने की विधि मानी कि पहलोटों का नाश करने का इस्राएलियों पर हाथ न डाले। അപ്പൊ പുതിയ നിയമത്തിൽ അത് എടുത്തു പറയുകയാണ്. नए नियम में जो बात को उड़ाकर कहता है, എന്തുകൊണ്ടാണ് അവർ പെസഹ ആചരിച്ചത്? वे लोग क्यों पेसह को मनाया? അവരെ സംഹാരദൂതൻ തൊടാതിരിക്കാൻ. उनको संहार दूत ना छूने के लिए। ഇനിയും സംഹാരദൂതൻ തൊടാതിരിക്കാൻ ചെയ്യണ്ട, തൊടാതിരുന്നതിന്റെ ആ കൂട്ടായ്മ അനുഭവിക്കുകയാണ്. अभी संहार दूत मुझको ना छूने के लिए नहीं करना, परंतु जो छुटकारा पाया हो उस बात को याद करके प्रभु को महिमा देने के लिए हम उसको मनाते हैं। പ്രൈസ് ദി ലോർഡ്. അപ്പൊ പെസഹ ആചരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വലിയൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. इसका मतलब पेसह का आचरण बोलेगा तो प्रभु के साथ कई गहरा संगति का महत्व के बात है। അപ്പോൾ നമുക്ക് കർത്താവായ യേശുവിന്റെ രക്തം നമ്മളെ ഏതെല്ലാം നിലയിൽ സംരക്ഷിക്കുന്നു? ദൈവ കോപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. തന്നെയല്ല, ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഒരു നല്ല മനസാക്ഷി ഉണ്ടാക്കി തരുന്നു. जब प्रभु यीशु मसीह के लहू हमें किन किन कार्यों में काम में लाता है, पहली बात वो क्रोध से बचाता है, दूसरी बात हमें प्रभु के साथ का एक गहरा संगति का भी कारण बनाता है। കാരണം നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മരണപ്രവൃത്തികൾ നമ്മളിൽ വരുന്നുണ്ട്. हम लोग जाने अनजाने हम मृत्यु के दंड का योग्य कई काम हमारे जीवन में होता है। പക്ഷെ ദൈവത്തോട് കൂട്ടായ്മ നമുക്ക് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് യേശുവിന്റെ രക്തം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യം വന്നെങ്കിലേ നമുക്ക് ധൈര്യം ഉണ്ടാകത്തുള്ളൂ. परंतु प्रभु का साथ का अच्छा सौभाग्यता का नाता बनाए रखने के लिए हमको प्रभु का लहू किस रीति में कार्य करता है वो बात का सही समझ होना चाहिए। അപ്പൊ നമ്മൾ എബ്രായ ലേഖനം 9:11-12 എന്താ വായിക്കുന്നത്? जब इब्रानियों का पत्री उसका 9 अध्याय का 11-12 वचन क्या कहता है? അവിടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് जब प्रभु के मंदिर की ओर അവനെ പ്രവേശിച്ചു. जब उसने प्रवेश किया, അതില് 11-12 9 अध्याय का 11-12। परंतु जब मसीह आने वाली अच्छी अच्छी वस्तु का महायाजक होकर आया, तो उसने और भी बड़े और सिद्ध तंबू से होकर, जो हाथ का बनाया हुआ नहीं अर्थात इस सृष्टि का नहीं, और बकरों और बछड़ों के लहू के द्वारा नहीं, पर अपने ही लहू के द्वारा एक ही बार पवित्र स्थान में प्रवेश किया और अनंत छुटकारा प्राप्त किया। അപ്പോൾ യേശുക്രിസ്തു അവിടെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് രക്തവുമായി പ്രവേശിച്ചപ്പോൾ എനിക്ക് വിടുതൽ ലഭിച്ചു. जब प्रभु यीशु मसीह अपने पवित्र लहू के द्वारा उस भवन में प्रवेश किया तो मुझको छुटकारा मिला। അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഗ്രഹിച്ചു വേണം. രക്തം കൂടാതെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. इस बात को आपको हमेशा याद रखना है कि जब तक इस लहू अगर नहीं है तो हमें प्रभु के उपस्थिति में प्रवेश भी नहीं है। അപ്പൊ 9:14 നമ്മൾ വായിക്കുകയാണ്. उसका 14 वचन में 9 अध्याय का 14 वचन में पढ़ता है, तो मसीह का लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया, तो
तुम्हारे विवेक को मरे हुए कामों से क्यों न शुद्ध करेगा, ताकि तुम जीवित परमेश्वर की सेवा करो। ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിൽ जीवित परमेश्वर की आराधना करने के लिए ദൈവത്തിനും നമുക്കും മധ്യേ ഈ രക്തം നിൽക്കണം. परमेश्वर और हमारे बीच में ये लहू आना जरूरी है। നമുക്ക് എത്രയോ ആവശ്യമുള്ള, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എത്രയോ ആവശ്യമുള്ള കാര്യമാണ് ദൈവം ഈ കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ ദൈവം ഒന്നാമത്തെ കൽപ്പനയിൽ പറയുകയാണ്, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലെങ്കിലും ഒന്നിനെയും പ്രതിമ ഉണ്ടാക്കരുത്. जब आपको मालूम है प्रभु के साथ का संगति में रहने के लिए प्रभु पुराने नियम में भी कहता है कि स्वर्ग में हो, पृथ्वी में हो, जल में हो, किसी प्रकार का भी कोई मूर्ति को नहीं बनाना। എന്നാൽ പുറപ്പാട് പുസ്തകം നമുക്ക് 25-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ जब निर्गमन का किताब 25 अध्याय का 17 से जब हम पढ़ता है, फिर चौके सोने का एक प्रायश्चित का ढकना बनवाना, उसकी लंबाई 2.5 हाथ और चौड़ाई 1.5 हाथ की हो, और सोना ढालकर 2 करूब बनवाकर प्रायश्चित के ढकने के दोनों सिरों पर लगवाना। एक करूब एक सिरे पर और दूसरा करूब दूसरे सिरे पर लगवाना, और करूबों को और प्रायश्चित के ढकने को एक ही टुकड़े में बनवाकर उसके दोनों सिरों पर लगवाना। ഇവിടെ എന്താണ് പറയുന്നത്? यहाँ पर क्या कहता है? ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കിരൂബുകളുടെ രൂപം ഉണ്ടാക്കണം. अभी मूर्ति नहीं बनाना करके बोलने के बावजूद में यहाँ पर किरूब को बनाने के लिए बोल रहे हैं। ദൈവത്തിന് തെറ്റുപറ്റിയോ? क्या परमेश्वर को गिनती हुआ? തന്റെ കൽപ്പന ലംഘിച്ചോ? क्या प्रभु ने अपनी आज्ञा को तोड़ दिया? ഒരിക്കലുമില്ല. कभी नहीं। ഇവിടെ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കാനാണ്. കാരണം ഈ രണ്ട് കെരൂബുകൾ മുഖാമുഖമായിരിക്കണം. അതിന്റെ അർത്ഥം ഇവർ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ये संगति की महत्व को दिखाने के लिए ये बात बताया कि एक केरूब दूसरे केरूब के साथ आमने सामने होना चाहिए। उनका संगति का गौरव को वो बात को അപ്പൊ മഹാപുരോഹിതൻ രക്തം തളിക്കേണ്ടത് ഇതിന്റെ മധ്യത്തിലാണ്. जब महायाजक खून जो छिड़काना है इसके बीच में छिड़काना है। അപ്പോൾ കെരൂബുകൾ നോക്കേണ്ടത് എങ്ങോട്ടാണ്? इसका मतलब केरूब कहाँ पर देखना चाहिए? രക്തത്തിലേക്ക്. उस खून की ओर। ദൈവവും നോക്കുന്നത് എങ്ങോട്ടാണ്? परमेश्वर भी कहाँ देखता है? രക്തത്തിലേക്ക്. खून की ओर। അപ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. उस समय में संगति मिलता है। പ്രൈസ് ദി ലോർഡ്. Praise the Lord। അപ്പോൾ ആ കൂട്ടായ്മയുടെ ആ മഹത്വം കൊണ്ടുവരാനാണ് ദൈവം പറഞ്ഞത് രണ്ട് കെരൂബുകൾ. ഈ കെരൂബുകൾ വിശ്വാസികളാണ്. जब उस संगति का वो महिमा को दिखाने के लिए 2 केरूब के बारे में बताया। एक केरूब किसको दर्शाता है? विश्वासियों को दर्शाता है। അപ്പോൾ കൂട്ടായ്മയ്ക്ക് നമ്മൾ വരുമ്പോൾ മേശപ്പുറത്തിരിക്കുന്ന മേശയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ जब संगति में जब हम आता है तब हमारे बीच में प्रभु का मेष रहता है। मेष की ओर जब हम देखता है, വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധം കുഞ്ഞാട് രക്തത്താലാണ്. जब विश्वासियों का आपस का जो संबंध जो है वो प्रभु यीशु मसीह के लहू के द्वारा है। വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള ബന്ധവും രക്തമുഖാന്തരമാണ്. और विश्वासी परमेश्वर के साथ का भी संबंध लहू के द्वारा है। ഇതിന് പുറത്തുള്ള ഒരു കൂട്ടായ്മ സാധ്യമല്ല ഒരു വിധത്തിൽ. इसके बाहर कोई भी सहभागिता संगति असंभव है। അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? हमें प्रभु के साथ संगति है करके जब हम कहता है तो हम क्या समझना चाहिए? ഈ അർത്ഥത്തിൽ കാര്യം ഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിയും? अभी ये जो बताया लहू के संबंध में अगर इन बातों को अगर नहीं समझेगा तो हम सही संगति नहीं कर पाएगा। അപ്പൊ ക്രിസ്തുവിന്റെ മരണം നമുക്ക് ദൈവമായുള്ള കൂട്ടായ്മയ്ക്ക് എത്ര അത്യാവശ്യമാണ്. इसका मतलब प्रभु यीशु मसीह की मृत्यु हमें प्रभु के साथ का सौभाग्यता के लिए संगति के लिए कितना जरूरतमंद बात है। നമ്മൾ 20 കൊല്ലം മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ ഉള്ള യേശുക്രിസ്തു രക്തത്തിന്റെ കൂട്ടായ്മയെ കുറിച്ചല്ല, നിരന്തരം എപ്പോൾ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നോ അപ്പോഴെല്ലാം ഈ രക്തം മുഖാന്തരമല്ലാതെ ദൈവം നമ്മെ സ്വീകരിക്കില്ല. जब हम 20 साल 25 साल पहले उतार पाया उस समय में प्रभु यीशु मसीह के लहू का महत्व को हमने जाना और उसमें आया, परंतु वो उस संबंध वहां पर नहीं रह गया। हर रोज हमें प्रभु की उपस्थिति में जब आता है तो ये लहू का गौरव है। ये लहू बिना हम प्रभु की उपस्थिति में नहीं आ सकते। നമ്മൾ എബ്രായ ലേഖനം 10:20 വാക്യം, जब इब्रानियों का पत्र 10 अध्याय का 20 वचन, जो उसके पर्दे अर्थात अपने शरीर से होकर हमारे लिए अभिषेक किया है। 10:20 വാക്യം, മലയാളത്തിൽ 20. രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. लहू के द्वारा वो पवित्र मंदिर में प्रवेश किया। इसलिए हे भाइयों, जब हमें यीशु के लहू के द्वारा 19 का आखिरी। उसके उस नए और जीवित मार्ग से पवित्र स्थान में प्रवेश करने നമുക്ക് ഈ പവിത്ര സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ നേരത്തെ എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 11 മുതൽ ഈ പവിത്ര സ്ഥാനത്തേക്ക് യേശു രക്തവുമായി പ്രവേശിച്ചു. അവിടേക്കാണ് ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. अब ये पवित्र स्थान कहाँ पर रह करके हमने इब्रानियों का पत्र 9 अध्याय का 11-12 वचन में हमने देखा
कि पिता की सिंहासन जहां पर है वहां पर यीशु मसीह ये पवित्र लहू लेकर के हमारे लिए प्रवेश किया। അപ്പൊ നമുക്ക് ഈ രക്തമുഖാന്തരമാണ് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ जब इस लहू के द्वारा प्रभु की उपस्थिति में जाने के लिए प्रभु ने हमको आशीष दिया करके जब हम विश्वास करते हैं, അവിടെ നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. जब इब्रानियों का पत्री 12 अध्याय में पढ़ता है, ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാന്റെ രക്തം. आबेल की लहू से बढ़कर के बात करने वाला प्रभु मेमने का लहू। അവിടെ പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ 12-24 വായിക്കുകയാണ്. जब 12 अध्याय का 24 वचन में पढ़ता है, और नई वाचा के मध्यस्थ यीशु और छिड़काव के लहू के पास आए हो, जो हाबेल के लहू से उत्तम बातें करता है। അപ്പൊ നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ ആ ധൈര്യം എന്താണ്? अभी हमारे जीवन में प्रभु की उपस्थिति में आने के समय में हमारा याब क्या है? ഞാൻ പാപമൊന്നും ചെയ്തില്ല, मैं पाप नहीं किया, ഇന്ന് ഞാൻ ദൈവം പറഞ്ഞതെല്ലാം കേട്ടു, आज मैंने प्रभु ने जो भी कहा मैंने सुना, അതുകൊണ്ട് എനിക്ക് ഇന്ന് ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്. इसलिए मुझे प्रभु की उपस्थिति में प्रवेश है। അങ്ങനെ നമ്മൾ സ്വന്തം യോഗ്യതയിൽ വരുന്നതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. अगर हम इस प्रकार अपने धार्मिकता के साथ अगर हम आता है तो वो खुद की धार्मिकता का होता है। എന്നാൽ ദൈവത്തിന്റെ നീതിയിൽ വരിക എന്ന് പറഞ്ഞാൽ परंतु परमेश्वर की उस धार्मिकता में आने का अर्थ, അതാണ് പൗലോസ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തിലെ എന്റെ സ്വന്തം നീതിയല്ല, വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി കൊടുക്കുന്ന ഈ പുത്രന്റെ രക്തം നമുക്ക് നീതിയായി തന്നിരിക്കുകയാണ്. जब प्रेरित पौलुस अपने जीवन में गवाही देता है, मैं उस व्यवस्था के अनुसार का मेरी धार्मिकता में नहीं, प्रभु यीशु मसीह में विश्वास करने के द्वारा मिला हुआ उस धार्मिकता के अनुसार मैं आता हूँ। അപ്പൊ ദൈവവുമായുള്ള കൂട്ടായ്മ കിട്ടണമെങ്കിൽ जब ये प्रभु के साथ का संगति अगर हमें मिलना है तो നാം ആത്മീയ ജീവിതത്തിൽ 20 കൊല്ലമായാലും 30 കൊല്ലമായാലും എത്ര പക്വത പ്രാപിച്ചാലും എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും രക്തം കൂടാതെ, യേശുക്രിസ്തു മോഹാന്തരമല്ലാതെ രക്തം കൂടാതെ പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശനമില്ല. प्रियो, एक बात जरूर जानना है कि मैं प्रभु में आकर के 20 साल हुआ, 30 साल हुआ, मैं बहुत परिपक्व है, मैं बहुत अच्छा काम करता है, मुझ में कोई कमी नहीं, ये सब कुछ है तो भी प्रभु यीशु मसीह की लहू बिना कभी भी परमेश्वर की उपस्थिति में हमें प्रवेश नहीं, संगति नहीं। ഇങ്ങനെ ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് സത്യം പ്രവർത്തിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. इस रीति में प्रभु यीशु मसीह की लहू में विश्वास करने के द्वारा पिता की ओर प्रवेश करने वाला जीवन को बताता है, हम सच्चाई में कार्य करने वाला। അപ്പൊ ഞാൻ ഒരുപാട് വർഷമായി ദൈവവുമായുള്ള കൂട്ടായ്മയിലാണ്. ഇന്ന് വരുമ്പോൾ എനിക്ക് യേശുക്രിസ്തു രക്തത്തിന്റെ ആവശ്യമില്ല എന്നൊരുവൻ ചിന്തിക്കുന്നെങ്കിൽ ഇരുട്ടിൽ നടക്കുന്നു. मैं बहुत साल हो गया, मैं प्रभु यीशु मसीह में हूँ, अभी मुझे आज प्रभु के उपस्थिति में जाने के लिए प्रभु यीशु का लहू का जरूरत नहीं करके कहेगा तो वो व्यक्ति अभी भी अंधकार में। അപ്പം പ്രിയമുള്ളവരെ, കൂട്ടായ്മയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? प्रियो, परमेश्वर की संगति के लिए प्रभु ने किया हुआ व्यवस्था या रखा हुआ व्यवस्था क्या है? നമുക്ക് എപ്പോഴും ഈ ഒരു ദിവസം നമ്മൾ എപ്പോഴെല്ലാം ദൈവത്തോട് അടുക്കുന്നുവോ അപ്പോഴെല്ലാം രക്തം നമുക്ക് സാക്ഷ്യമായിട്ട് നമുക്ക് അനുകൂലമായി സംസാരിക്കുകയാണ്. हम कभी भी प्रभु के निकट जाता है तो हमारे लिए बात करने वाला उस लहू के सहारे में लहू को साथ लेकर के हमें प्रभु के निकट जाना है। ഇവിടെ നമ്മൾ നോക്കണം, ഹാബേലിന്റെ രക്തം പോലെയല്ല. अभी यहाँ पर हम देखना वो हाबेल की लहू के जैसा नहीं। ഹാബേലാണെങ്കിൽ അവൻ നീതിമാനാണ്, വാസ്തവത്തിൽ നീതിമാനാണ്. हाबेल सचमुच में वो धर्मी है, പക്ഷെ അവൻ മരിക്കാൻ നേരം തന്റെ സഹോദരനോട് പ്രതികാരം ചെയ്യണമേ എന്നുള്ള നിലവിളിയിലാണ് ആ രക്തം സംസാരിക്കുന്നത്. परंतु हाबेल की लहू बहाया गया तो वो लहू कायन से बदला लेने की चिल्लाहट के साथ वो मारा चिल्लाहट करता है वो लहू। അപ്പോൾ ദൈവം അവൻ ശപിക്കപ്പെട്ടവനായി പോയത് ഈ രക്തത്തിന്റെ നിലവിളിയാണ്. अभी वो कायन इतना श्रापित होने का एक कारण ये लहू का चिल्लाहट है। അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലും നമ്മളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അങ്ങനെ പറയത്തില്ല. परंतु प्रभु यीशु मसीह जो हमारे लिए पवित्र लहू बहाया, वो यीशु मसीह कभी भी ऐसा नहीं कहता, वो लहू ऐसा नहीं कहता। നമ്മളെ അനുഗ്രഹിക്കണമെന്നാണ് പറയുന്നത്. प्रभु का हमारे लिए बिंदी हमें आशीष देकर അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രഥമമായ ഈ അത്യാവശ്യമായ ഈ സംഗതി മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ അനുഗ്രഹത്തിന്റെ കലവറ ദൈവം തുറന്നു തരുന്നത്? स्वर्ग का सारे आत्मिक अनुग्रह में यीशु मसीह में पिता ने मुझको आशीष दिया है करके अगर हम जानना है तो उसका भेद जो है प्रभु यीशु मसीह के लहू है, वो बात अगर नहीं जानेगा तो इन आशीषों को कैसे हम अनुभव करेंगे? അപ്പൊ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് എവിടെയാണ്? അടുത്ത് വരുമ്പോഴെല്ലാം യേശു രക്തമുണ്ട്. अभी हम कहां पर निकट आया, और जब भी निकट आया है तो लहू वहां पर है। അത് വിശ്വസിക്കണം. ये बात हमें विश्वास करना है। അതാണ് നമ്മൾ പറയുന്നത് കുഞ്ഞാണ്ട് രക്തത്തിന്റെ കൂട്ടായ്മ. इसलिए हम लोगों ने कहा कि प्रभु यीशु मसीह के लहू की सौभाग्यता അത് നിത്യമാണ്,
ये हमेशा का है, എപ്പോഴും നമുക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. वो हमेशा हमारे अनुकूल बात करता है, അതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. इसलिए हमें याद है അതുകൊണ്ട് അവനിൽ ആശ്രയിച്ചിട്ട് അവൻ രക്തത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. उस प्रभु में आश्रय करते हुए उस पुत्र का लहू के द्वारा हमें प्रभु के निकट में जाने का याद है. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം വിശ്വാസത്തിൽ വരുമ്പോൾ കൂട്ടായ്മയിലായി. जब ये सच्चाई एक विश्वासी के दिल में आ गया है तो वो संगति में आ गया. എന്റെ എന്തെങ്കിലും നന്മ കാണിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് വന്നാൽ ഈ കൂട്ടായ്മ കിട്ടത്തില്ല. मैं अगर मेरी कुछ भले बात का वर्णन करते हुए उसको मैं प्रभु के संगति में आएगा तो प्रभु का संगति हमें नहीं मिलेगा. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. इसलिए प्रभु यीशु मसीह ने कहा, मेरे बिना कोई भी पिता के निकट नहीं आ सकता. അപ്പം രക്തം എന്ത് ചെയ്യുന്നു? इसका मतलब लहू क्या करता है? നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ വാതിൽ തുറന്നു തരുന്നു. जो हमारे लिए प्रभु के साथ का संगति का द्वार खोल कर देता है. നമുക്ക് ദൈവം നമ്മളെ ന്യായം വിധിക്കുമെന്നുള്ള ഭയമില്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നു. परमेश्वर की ओर से हमें उस दंड की आज्ञा से हमें छुटकारा मिला, वो निर्डर होकर के हम प्रभु का आराधना कर पाता है. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. प्रियो, हम प्रभु की आराधना करने का नेव जो है वो ये विश्वास है. ഈ രക്തത്തിന്റെ അനുകൂലമായ സാക്ഷ്യമാണ്. ये लोगों का हमारे प्रति हमारे लिए गवाही देता है, वो गवाही है. എന്നാൽ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 12 അധ്യായം മുഴുവൻ ആ കാര്യമാണ് പറയുന്നത്. जब यशायाह नबी की किताब 12 अध्याय पूरा इन बातों को बताता है. അന്നാളിൽ എന്ന് പറയാൻ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണ്. അന്ന് आने वाला दिनों के बारे में, उस दिन के बारे में कहता है. നമുക്കതൊന്ന് വായിക്കാം. അന്നാളിൽ നീ പറയേണ്ടത്, अभी उन दिनों में तुझे ये कहना चाहिए. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് പറയേണ്ടത് ഇങ്ങനെയാണ്. प्रभु से हमें इस रीति में कहना है. അത് നമ്മളെ കുറിച്ചാണ്. वो हमारे बारे में कहा है, യഹോവേ, हे यहोवा, നീ എന്നോട് കോപിച്ചു. क्योंकि पढ़िएगा, तूने मेरे पर क्रोध हुआ. पर कोई बात नहीं, तुम क्रोधित हुआ. 12 का 1 पर. उस दिन तू कहेगा, हे यहोवा, मैं तेरा धन्यवाद करता हूँ, क्योंकि यद्यपि तू मुझ पर क्रोधित हुआ था, परंतु अब तेरा क्रोध शांत हुआ और तूने मुझे शांति दी है. പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിന്റെ അർത്ഥം? प्रियो हल्लिया, क्या ये बोलने का अर्थ क्या है? അന്നാളിൽ നീ പറയണത്, നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ കിട്ടുമ്പോൾ നമ്മൾ വാ തുറന്ന് പറയണം. उस दिन में हमें मुंह खोल करके कहना है. എന്താണ് പറയേണ്ടത്? हमें क्या कहना चाहिए? നീ എന്നെ കവർ ചെയ്തിരിക്കുന്നു. आपने मुझको कवर कर दिया है. നിന്റെ കോപം വിട്ടുമാറി. आपका क्रोध मुझसे दूर हुआ है. ഞാൻ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. मैं तुझे बहुत आभार भरा दिल से धन्यवाद देता हूँ. അതുകൊണ്ട് അവൻ അതിന്റെ 3-ാം വാക്യം പറയാണ്. उसका तीसरा वचन कहता है, 2-ാം വാക്യം, ഇതാ ദൈവം എന്റെ രക്ഷ. और दूसरा वचन में कहा है कि प्रभु मेरा उद्धार. അപ്പൊ നമ്മൾ ആരാധിക്കാനുള്ള അടിസ്ഥാനം എന്താണ്? हमारा आराधना करने का नियम क्या है? परमेश्वर मेरा उद्धार है. परमेश्वर मेरा उद्धार है. मैं भरोसा रखूंगा और न थरथराऊंगा, क्योंकि प्रभु यहोवा मेरा बल और मेरे भजन का विषय है. वह मेरा उद्धार करता हो गया. പിന്നെ നമ്മൾ അടുത്ത വാക്യം വായിക്കുകയാണ്. ഇത് നമ്മൾ ഓർക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഈ രക്ഷയുടെ ഉറവിടത്തിൽ നിന്ന് വെള്ളം കോരും. इसके बाद में ये बात को याद करके हम तीसरा वचन में कहता है कि तुम आनंद पूर्वक उद्धार के सोते से जल भरोगे. അപ്പൊ ദൈവസന്നിധിയിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായതും ദൈവകോപം നമ്മളെ വിട്ടുപോയതും നമ്മൾ ദൈവമക്കളായതും അവകാശികളായതും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ കൂട്ടായ്മയ്ക്ക് വിഷയമാക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന ഒരു പാനപാത്രമാവും. प्रियो, हमें जो प्रभु यीशु मसीह से मिला हुआ एक एक उपकारों को अगर हम याद करेगा तो एक एक बात याद करके हमारा दिल उभर करके प्रभु को धन्यवाद देने का कारण बन जाता है. അവിടെ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ ബി പാർട്ടിൽ നമ്മൾ വായിക്കുന്നു. लेवीय व्यवस्था 17 अध्याय का 11 वचन की बी पार्ट में हम पढ़ता है. लेवी व्यवस्था 17 अध्याय का 11 वचन की बी पार्ट. क्योंकि प्राण के कारण लहू ही से प्रायश्चित्त होता है. കാരണം ഈ രക്തമാണ് ജീവൻ മുഖാന്തരമായി പ്രായശ്ചിത്തമാകുന്നത്. क्योंकि प्राण के प्रति लहू ही प्रायश्चित होता है. ഈ പ്രായശ്ചിത്തമാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ये प्रायश्चित होने का अर्थ क्या है? നമ്മളെ ദൈവം കവർ ചെയ്യുക, സുരക്ഷിതമാക്കുക. प्रभु हमें कंप्लीट कवर करके सुरक्षा में लाता है. എന്ന് പറഞ്ഞാൽ ആദാമിനെയും ഹവ്വയ്ക്കും ദൈവം ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു. അതുപോലെ जैसा आदम हव्वा को प्रभु ने
चमड़ा का वस्त्र उसको पहनवाया, उसी प्रकार ഇങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ സുരക്ഷിതരാണ്. इस रीति में हम प्रभु को उपस्थिति में सुरक्षित है. ഇത് ധ്യാനിക്കുമ്പോൾ അതാണ് എന്റെ വരവോളം എന്റെ ഓർമ്മയ്ക്കായി നമ്മളത് ചെയ്യണം. ആ ഓർക്കുക എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ കാര്യമാണ്. मेरे आगमन तक मेरे यादाइश के लिए करना, ये इसका मतलब प्रभु के साथ का संगति का बात है. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചു, നമുക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നമ്മളെ രക്ഷിക്കുന്നു യേശുവിന്റെ രക്തം. തന്നെയുമല്ല, നമുക്ക് ദൈവത്തോടൊരു നല്ല മനസാക്ഷി ഉണ്ടാക്കി തരും കൂട്ടായ്മ എപ്പോഴും രക്തത്താലാണ്. यहाँ पर अभी तक हमने जो विचार किया वो क्या है कि पहली बात, परमेश्वर का भयंकर क्रोध से, न्याय से हमको बचाता है. साथ ही साथ हमें परमेश्वर के साथ एक गहरा नाता, संगति, एक मतलब बहुत बड़ा एक संगति का सौभाग्य प्रभु हमको देता है. അപ്പോൾ ഈ രക്തം ദൈവവശത്തേക്ക് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ये जो लहू जो है वो सिर्फ प्रभु का ही साइड से काम करता है, ऐसा नहीं. സാത്താനെതിരെയും നമുക്ക് വേണ്ടി നിൽക്കുന്നു. सातान के खिलाफ में भी एक लघु बात करता है. നമുക്ക് എങ്ങനെയാണ് സാത്താനെ ജയിക്കാൻ കഴിയുന്നത്? हम कैसा शैतान के ऊपर विजय पाएंगे? നമ്മൾ ഉപവാസം എടുത്തോ, പ്രാർത്ഥിച്ചോ, ഇതൊക്കെ നമുക്ക് യേശുക്രിസ്തു നമുക്ക് രക്ഷ തരുന്നതും നമുക്ക് ജയം തരുന്നതും പ്രകാശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപവാസം എടുക്കാം. हम उपवास करने से, प्रार्थना करने से हमें विजय नहीं मिलता, परंतु प्रभु का वो कार्य का प्रकाश मिलने के लिए हम उपवास और प्रार्थना करने से हमें मिलेगा. ഈ രക്തത്തിന് എന്തെല്ലാം സാധ്യതയുണ്ടെന്ന് സാത്താനോട് പറയുമ്പോൾ നമ്മൾ സാത്താനെ ജയിക്കാനാണ്. നമുക്ക് സാത്താനെതിരെ ഒരു സാക്ഷ്യമുണ്ട്. परंतु हमें इस लहू के द्वारा हमारे जीवन में के लिए प्रभु ने क्या क्या किया, वो बात जब हम शैतान को बताएंगे तो शैतान के ऊपर हमें विजय है. എനിക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാമെങ്കിൽ, यदि मैं प्रभु यीशु मसीह के लहू के द्वारा पिता परमेश्वर की उपस्थिति में हम रह सकता है, तो സാത്താൻ എന്തുള്ളൂ? शैतान क्या चीज है? അതാണ് നമ്മള് ജയാളികളെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. നമ്മള് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. जब हम विजय लोगों के बारे में प्रकाशित वाक्य 12 अध्याय का 11 वचन में पढ़ता है, ഈ പ്രായശ്ചിത്തം വരുത്തിയ രക്തത്തിന്റെ മൂല്യതയെ കുറിച്ച് നമുക്ക് സംഗതി ഒരു കൂട്ടായ്മ കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും ദൈവമുഖമായിട്ട് മാത്രമല്ല സാത്താന്റെ എല്ലാ പ്രലോഭനത്തിൽ നിന്നും സാത്താനെ ജയിക്കാനും എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രക്തത്തിന്റെ പരിജ്ഞാനമാണ് നൽകി തരുന്നത് നമുക്ക് മനസ്സിലാകും. इस प्रायश्चित का लहू के द्वारा जब हम कवर किया जाता है, तब प्रभु का पिता परमेश्वर की उपस्थिति में खड़ा होने के लिए नहीं, इससे नहीं, हम शैतान का भी सामना करके उसका भी सामना करने के लिए प्रभु हमको हिम्मत देता है. നമുക്ക് 12-11 വായിക്കാം. उस प्रकाशित वाक्य 12 अध्याय का 11 वचन वे पढ़ेंगे. मेमने के लहू के कारण और अपनी गवाही के वचन के कारण उस पर जयवंत हुए. അപ്പൊ സാത്താനെ ജയിക്കുന്നത് എങ്ങനെയാണ്? शैतान को यहाँ पर हम कैसे जीतता है? അപ്പം നമുക്ക് കർത്താവിന്റെ രക്തം ഏതെല്ലാം നിലയിൽ മൂല്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ സാത്താനുമായി പോരാടിക്കൊണ്ടിരിക്കും. प्रभु का लहू के द्वारा हमें मिलने वाला विजय के बारे में यदि हम नहीं जानेगा तो फालतू में हम शैतान के साथ लड़ते रहेगा. നമ്മളിപ്പോഴും പരാജയപ്പെടുന്നത് രക്തത്തിന്റെ മൂല്യതയെ കുറിച്ച് നമുക്ക് കൂട്ടായ്മ ഇല്ലാത്തത് കൊണ്ടാണ്. हम कई बार हार जाने का मेन कारण क्या है कि इस लहू के द्वारा प्रभु के साथ का सच्चा संगति के अनुभव में हम बना नहीं रहता. इसलिए അപ്പോൾ നമുക്ക് ഏതെങ്കിലും നിലയിൽ സാത്താൻ ഒരു പ്രലോഭനം ഉണ്ടായാൽ, यदि हमें किसी प्रकार भी शैतान की ओर से कोई भी ऐसा प्रलोभन आए, ഞാൻ ദൈവസന്നിധിയിൽ മൂടപ്പെട്ടവനാണ്, मैं प्रभु की उपस्थिति में प्रभु के द्वारा मैं कवर किया गया है, എന്നെ സാത്താൻ തൊടണമെങ്കിൽ ആദ്യം എന്റെ ദൈവത്തെ തൊടണം. मुझको अगर शैतान को छूना है तो मुझसे पहले उसको प्रभु को छूना पड़ेगा. സാത്താൻ ഓടിപ്പോകും. वो शैतान भाग जाएगा. കാരണം നമ്മളെ തൊടാൻ അവന് കഴിയത്തില്ല. കാരണം നമ്മളെ ദൈവം എന്ത് രക്തത്താലും കവർ ചെയ്തിരിക്കുകയാണ്. क्योंकि शैतान हमें छू नहीं सकता, क्योंकि प्रभु ने हमें अपनी लहू से हमें कवर किया हुआ है, इसलिए वो नहीं छू सकता. അപ്പൊ ദൈവസന്നിധിയിലുള്ള ഈ പ്രാഗൽഭ്യം സാത്താന്റെ വശത്തേക്ക് നമുക്കുണ്ടാകണം. ये प्रभु के साथ का ये जो याब जो है वो शैतान भी मुझको कुछ नहीं कर सकता. इस प्रकार का एक याब हमारे जीवन में होना चाहिए. നമ്മളെ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്താനുള്ള യേശുക്രിസ്തുവിന്റെ ഈ കഴിവ് സാത്താനെ നേരെ നിൽക്കാൻ ഈ കഴിവുണ്ട്. प्रियो, हमें प्रभु के उपस्थिति में पवित्र और निर्दोष होकर के खड़ा करने के लिए इस लहू में सामर्थ्य है. वो सामर्थ्य शैतान भी कुछ विरोध में नहीं कर सकता. यही सामर्थ्य उसमें भी है. ഓ, രക്തത്തിന്റെ കൂട്ടായ്മ ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മള് ചുമ്മാതെ നമ്മൾ സാത്താനോട് പോരാടിക്കൊണ്ടിരിക്കും. अगर हमें संगति नहीं है तो हमको ये बात को अनुभव में नहीं ला पाएगा और हम फालतू में शैतान से लड़ते रहेगा. അപ്പൊ നോക്കുക നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ ഇന്ന് വന്നേ ഉള്ളുവെങ്കിലും ഉടനെ അവന് സാത്താനെ ജയിക്കാൻ കഴിയും. കാരണം രക്തത്തിന്റെ മൂല്യതയെക്കുറിച്ചും രക്തത്തിന്റെ കൂട്ടായ്മയെക്കുറിച്ചും അവന് ബോധ്യമുണ്ടെങ്കിൽ. अगर आप सोचिए, अगर आप नया विश्वासी है, आज ही आप विश्वास में आया, तभी भी आप शैतान के ऊपर विजय पा सकता है, क्योंकि आप लोगों के अंदर है.
അവിടെ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നിങ്ങൾ സാത്താനെ ജയിച്ചിരിക്കാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. जब पहले वरना 2:14 में जवान लोगों को बोलता है कि तुमने शैतान के ऊपर विजय पाया. എങ്ങനെ അവരുടെ കഴിവുകൊണ്ടാണോ? क्या उन्होंने अपने सामर्थ्य से पाया? അവർക്ക് കുഞ്ഞാന്റെ രക്തത്തെക്കുറിച്ചുള്ള മൂല്യതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. उनको प्रभु यीशु मसीह के लोगों के बारे में उनको अच्छा हमारा जानकारी है. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചിന്തിച്ചു, രക്തം, യേശുക്രിസ്തു രക്തത്തിന്റെ കൂട്ടായ്മ നമുക്ക് ദൈവസന്നിധിയിലേക്ക് യോഗ്യത തരുന്നു. इस यहाँ पर हमने ये बात को ध्यान किया कि प्रभु यीशु मसीह की लहू हमें प्रभु के साथ सौभाग्यता का संगति का हमें योग्य बनाता है. മറ്റൊന്ന്, സാത്താനെ ജയിക്കാൻ നമുക്ക് കൃപ തരുന്നു. और इतना ही नहीं, हम विरोधी शैतान के ऊपर भी विजय प्राप्त करने के लिए वो हमें हिम्मत देता है. അത് മാത്രമല്ല, इतना ही नहीं, നമ്മുടെ സ്വന്തം മനസാക്ഷി തന്നെ നമുക്കെതിരെ നിൽക്കാൻ സാധ്യതയുണ്ട്. हमारा खुद का हमारा मन हमारे खिलाफ में खड़ा होने का भी एक कारण हो सकता है. നമുക്ക് അവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ പാപത്താൽ പിടിക്കപ്പെട്ട ആ സഹോദരിയോടുള്ള ബന്ധത്തിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോകുന്ന ആൾക്കാരോടുള്ള ബന്ധത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. യോഹന്നാൻ 8:9. योहन्ना का सुसमाचार 8 अध्याय का 9 वचन में एक पावनी स्त्री को पथरवा करके मार डालने के लिए जब लेकर आया था, वहां पर एक बात हम पढ़ता है 8 अध्याय का 9 वचन. परंतु वे ये सुनकर बड़े से लेकर छोटे तक एक एक करके निकल गए और यीशु अकेला रह गया और वह स्त्री बीच में खड़ी रह गई. അല്ല, അവര് 8:9 ഓരോരുത്തരും മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം मतलब उसका मन की गवाही के कारण, मतलब जब प्रभु ने उसका 7-8 वचन पढ़िएगा. जब वे उससे पूछते ही रहे तो उसने सीधे होकर उसे कहा, तुम में से जो निष्पाप हो वह पहले उसको पत्थर मारे. और फिर झुककर भूमि पर उंगली से लिखने लगा. परंतु वे यह सुनकर बड़े से लेकर हिंदी में वो नहीं है शब्द. 8:9 ഇല്ലേ? അല്ല, ഉണ്ട്. 9 അർത്ഥം വരുന്ന ശബ്ദമില്ല. അതുകൊണ്ട് കാരണം നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കും. हमारा मन हमें हमारे खिलाफ गवाही देगा എന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ അതാണ് നമുക്ക് ധൈര്യം. അപ്പോൾ ധൈര്യം കിട്ടത്തില്ല. उस समय में हमें हिम्मत नहीं, उसका 6 वचन पड़ेगा. उन्होंने उसको परखने के लिए यह बात कही ताकि उस पर दोष लगाने के लिए कोई बात पाए. परंतु यीशु झुककर उंगली से भूमि पर लिखने लगा. नहीं, उसमें भी नहीं. आगे बढ़िएगा. जब वे उससे पूछते ही रहे तो उसने सीधे होकर उसे कहा, तुम में से जो निष्पाप हो वही पहले उसको पत्थर मारे. और फिर झुककर भूमि पर उंगली से लिखने लगा. परंतु वे यह सुनकर बड़े से लेकर छोटे तक एक एक करके निकल गए और यीशु अकेला रह गया. ഓക്കെ. കാലത്ത് നമ്മൾ ആ തർജ്ജമ ശരിക്കും നോക്കുമ്പോൾ അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തി. मतलब उनका मन में ऐसा एक उनका मन चिकना चोर होने लगा, या उनका मन में ऐसे गवाही होने लगा कि वो पापी है, इसलिए मतलब वो वजन उसका दिल में छू लिया. നമുക്കറിയാം, നമ്മള് ചില ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കളെ അവരുടെ മനസാക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ അവർ പറയും, ഞങ്ങള് ദേവാലയത്തിലേക്ക് ഫാൻ മേടിച്ചു കൊടുക്കാം, ചെയർ മേടിച്ചു കൊടുക്കാം, ഞങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ചെയ്യാം എന്ന് പറഞ്ഞ് മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തും. वो कई बार कई लोग उनको भजन सुनने के समय में उनका दिल में उनका गलती का महसूस होता है, तो वो बोलता है कि हम मंदिर के लिए या चर्च के लिए हम कुर्सी लेकर देंगे, हम टेबल लेकर देंगे, फैन लेकर देंगे, ऐसा बोल के कुछ काम करते हैं. പലരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് മനസാക്ഷിയുടെ ആക്ഷേപമാണ്. मगर कई लोग कई बार कुछ अच्छा काम क्यों करता है, उनका मन में ये गवाही होता है कि वो दोषी है. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അവർ ചെയ്യുകയാണ്. उसको तसल्ली देने के लिए वो लोग ऐसा भले काम करके झूठा तसल्ली पाते हैं. ഇതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. इसको बोलता है खुद का धार्मिकता. നമ്മൾ അവിടെ കാണുന്നുണ്ട്, പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ പരീക്ഷ നിന്നുകൊണ്ട് ഞാൻ ദശാംശം തരുന്നുണ്ട്, ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല എന്ന് പറഞ്ഞ് താൻ തന്നെ തന്നെ നീതിയിരിക്കുകയാണ്. അങ്ങനെയുള്ള നീതീകരണം ദൈവത്തിന്റെ നമ്മളെ രക്ഷിക്കില്ല. जब हम उस फरीसी मंदिर में जाकर के वो प्रभु से कहता है कि मैं हफ्ता में 2 बार उपवास करता हूँ, मैं दशांश देता हूँ, मैं ये करता हूँ वो करता हूँ, इस प्रकार का खुद का कोई भी धार्मिकता हमें प्रभु के सामने प्रभु के निकट जाने के लिए योग्य नहीं बनाता. ദൈവത്തിന് ന്യായവിധി മാറണമെങ്കിൽ ദൈവം രക്തം കാണുന്നു എന്നുള്ള യേശുവിന്റെ മരണത്തിന്റെ ശക്തിയെ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുമ്പോൾ ദൈവമോ അല്ലാതെ ഒരു വിധത്തിലും നമുക്ക് ദൈവസന്നിധിയിൽ നീതിവാന്മാരാകാൻ കഴിയില്ല. प्रभु की दंड की आज्ञा हमारे ऊपर से हटना है तो हमें प्रभु के सामने धर्मी बनना है, तो प्रभु यीशु मसीह के लहू के अलावा कभी नहीं हो सकता. उस लहू का महत्व को हमें जानना है और उस पर विश्वास करना है, उसको हमें अंगीकार करना है. അപ്പോൾ കർത്താവായ യേശുവിന്റെ രക്തം നമ്മളെ എന്ത് ചെയ്യുന്നു? प्रभु यीशु मसीह का लहू हमें क्या करता है?
നമ്മളെ ഈ 3 വശങ്ങൾ നമ്മൾ ചിന്തിച്ചു. हमने ये तीनों भाग साइड को देखा. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെയും രക്തത്തിന്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ദൈവം എന്തുമാത്രം നിയർനായിട്ട്, ദൈവം എത്രയും അടുത്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. जब हम प्रभु के निकट आकर के जो प्रभु ने हमारे लिए अपने पुत्र के लहू बहा करके जो कार्य किया, ये बात जानने के समय में हमको ये बात का अनुभव होगा प्रभु मेरा कितना निकटता में है. നമ്മൾ എഫെസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ദൂരസ്ഥരായ നിങ്ങൾ, जब एफेसियों का पत्री 2 अध्याय का 13 वचन में, जबकि तुम दूर थे तुम लोग ഇപ്പോൾ अभी ക്രിസ്തുവിന്റെ രക്തത്താൽ मसीह की लहू के द्वारा നിങ്ങൾ സമീപസ്ഥരായി. आप लोग निकट आया है. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ നമ്മൾ ദൈവത്തിൽ അടുക്കും? तो हम कैसा प्रभु के निकट आता है? നമ്മുടെ സ്വന്തം പ്രവൃത്തിയാണോ? क्या हमारा खुद का कोई धर्म की काम है? നമ്മൾ എത്ര നാൾ വിശ്വാസത്തിലായിരിക്കുന്നു എന്നതിനെ കണക്ക് നോക്കി പ്രാഗൽഭ്യം ഉണ്ടാക്കരുത്. प्रियो, हम कितना बहुत पुराना विश्वासी हूँ बोल करके उस लंबा समय से मैं प्रभु को जानता हूँ मानता हूँ ऐसा बोल के उस धार्मिकता का साथ निकट में नहीं आना. അവൻ നമ്മളെ എന്ത് ചെയ്തു? उसने हमें क्या किया? ദൈവത്തോട് അടുപ്പിക്കുക മാത്രമല്ല രക്തം കൊണ്ട് ചെയ്തത്, सिर्फ प्रभु का निकट लाया. इतना ही नहीं, प्रभु यीशु मसीह के खून के द्वारा किया. ഇതൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നതാണ് ഈ കൂട്ടായ്മ. ये सब हम प्रभु को उसमें ध्यान करना ही तो संगति है. അപ്പൊ നമുക്ക് ഒരു വാക്യം വായിക്കാം. हम एक और वचन पढ़ेंगे. നമ്മള് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 9-10 ദൈവത്തെ ആരാധിക്കാനുള്ള ബേസ് അവിടെ ഉണ്ട്. जब प्रकाशित वाक्य 5 अध्याय का 9-10 वचन में प्रभु के आराधकों को योग्य बनाने वाला लघु का वर्णन वहां पर है. वे ये नया गीत गाने लगे, तू इस पुस्तक के लेने और उसकी मोहरें खोलने के योग्य है, क्योंकि तूने वध होकर अपने लहू से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल लिया है और उन्हें हमारे परमेश्वर के लिए एक ऐसा राज्य और याजक बनाया और वे पृथ्वी पर राज्य करते हैं. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയെന്ന് വായിച്ചോ? प्रभु ने हमें क्या किया? प्रभु पिता परमेश्वर के लिए हमको मोल लिया. എങ്ങനെ കുഞ്ഞാടിയെ നീ അറുക്കപ്പെട്ടു? हे मेमना, तुम्हारा वध हो गया നിന്റെ രക്തത്തിന്റെ ഫലമായി. तेरी लहू के द्वारा. അപ്പോൾ ദൈവസന്നിധി വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കൂട്ടായ്മയ്ക്ക് കാരണമാകുന്നത്. प्रियो, यही तो बात है, हमें संगति का कारण बनाता है. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയല്ല. हम अपनी बातें प्रभु को नहीं कर रहे. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ प्रभु ने जो हमारे लिए किया वो कामों को याद करता है तब. അപ്പോൾ ഇപ്പോൾ ഞാൻ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. अभी मैं प्रभु के लिए खरीदा हुआ हूँ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം ആത്മാവിലെന്ന് നിറയും. उस समय में हम प्रभु की आत्मा से हमारा हृदय भर जाता है. നമ്മളെ നിറയ്ക്കാനാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. क्योंकि प्रभु हमें भरने के लिए हमें प्रभु ने खरीदा. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് നമ്മൾ വായിക്കുന്നത്. प्रभु की सारी परिपूर्णता तक परिपूर्ण होना ये प्रभु की इच्छा है. അപ്പൊ ദൈവം നിറയുന്നത് എവിടെയാണ്? प्रभु हमारे में कहाँ पर भरता है? എവിടെ നിറയുന്നത്? അപ്പൊ प्रभु कहाँ पर भरता है? നമ്മളെ എഫെസ്യർ എന്താ വായിക്കുന്നത്? एफिसियों के पत्र में हमने क्या पढ़ा? ദൈവത്തിന്റെ നിറവ് സഭയിലാണ്. प्रभु की भरपूरता मंडली में है. ആ സഭയിൽ അവൻ നിറയണമെങ്കിൽ मंडली में अगर वो भरना है तो ആ നിറയേണ്ട പാത്രത്തിന് വിശ്വാസം ഉണ്ടായിരിക്കണം. उस भरने वाला बर्तन को विश्वास चाहिए. അവിടെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുകയാണ്. उसका 3रा अध्याय, एफिसियों 3रा अध्याय का 20 वचन में बढ़ता है. 20-21. 20 और 21. अब जो ऐसा सामर्थ्य है कि हमारे विनती और समझ से कहीं अधिक काम कर सकता है, उस सामर्थ्य के अनुसार जो हमें कार्य करता है कलीसिया में और मसीह यीशु में उनकी महिमा पीढ़ी से पीढ़ी तक युगानुयुग होती रहे. आमीन. അപ്പോൾ ക്രിസ്തു മൂലം സഭ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനം, ദൈവം നിറയാനുള്ള പാത്രമാണ് ഞാൻ. अब प्रभु के द्वारा और हमें भर जाना है तो ये कब भरेगा? प्रभु के लिए भरने के लिए तैयार किया हुआ एक बर्तन में हूँ, ये जानकारी हमारे में होना चाहिए. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലുണ്ട്. उसका 3रा अध्याय का 19 वचन. और मसीह के उस प्रेम को जान सको जो ज्ञान से परे है, कि तुम परमेश्वर की सारी भरपूरता तक परिपूर्ण हो जाओ. അപ്പൊ ദൈവത്തിൽ നിറയണമെങ്കിൽ ഈ നിറയേണ്ട പാത്രം ദൈവം വിലയ്ക്ക് വാങ്ങും. ദൈവത്തിന്റെ അല്ലാത്ത പാത്രത്തിൽ നിറയാൻ പറ്റത്തില്ല. परमेश्वर का जो नहीं है
वो बर्तन में प्रभु कभी भी आत्मा से नहीं भरेंगे, इसलिए हमें परमेश्वर का बर्तन होना जरूरी बात है। അപ്പൊ നമ്മൾ കർത്താവ് പറയുകയാണ് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല ये दुनिया को प्रभु की आत्मा नहीं मिलेगा। എന്ന് പറഞ്ഞാൽ ദൈവം വിലയ്ക്ക് വാങ്ങാത്തവരിൽ ആത്മാവ് നിറയത്തില്ല. परमेश्वर जिसको खरीदा नहीं उसमें आत्मा नहीं भरेगा। അപ്പൊ നമുക്ക് ആത്മാവിൽ നിറയണമെങ്കിൽ കർത്താവേ എന്നെ നിറയ്ക്കണേ 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 എന്ന് നമ്മൾ ഒരുപാട് കാര്യം പറയുന്നത് കൊണ്ടല്ല നിറയ്ക്കുന്നത്. प्रियो, हमें प्रभु से प्रभु मुझे भर दे करके कहने से प्रभु नहीं भरता। പിന്നെ ദൈവം നിറയ്ക്കാൻ വേണ്ടിയാണ് എന്നെ വിലയ്ക്ക് വാങ്ങിയത്. प्रियो, प्रभु ने हमको भरने के लिए प्रभु ने हमें खरीदा। അപ്പൊ രക്തത്തിന്റെ മൂല്യത യേശുവിന് കഷ്ടപ്പെടേണ്ടി വന്നു. जब लघु बहाने के लिए प्रभु को कष्ट सहना पड़ा, അവൻ ക്രൂശിൽ കഷ്ടം സഹിച്ചു. वो क्रूस में हमारे लिए कष्ट सहा। അതെന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് वो मुझे पवित्रताई में सिद्ध करने के लिए, എന്ന് പറഞ്ഞാൽ എന്നെ വേർതിരിക്കാൻ വേണ്ടിയാണ്. मुझे अलग करने के लिए। എന്തിനാണ് എന്നെ വേർതിരിക്കുന്നത്? मुझे क्यों अलग करना है? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാൻ. परमेश्वर की सारा परिपूर्णता तक हमें भरने के लिए। അപ്പൊ നമ്മള് ദൈവസന്നിധിയിൽ ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. जब हम प्रभु के संगति में रहता है तो हम प्रभु को भरते रहता है। നമ്മൾ എപ്പോഴാണ് ആത്മാവിൽ നിറയുന്നത്? हम कब आत्मा में भरता है? ഈ രക്തത്തിന്റെ യോഗ്യതയെക്കുറിച്ചും ദൈവം എന്നെ പ്രവേശിപ്പിച്ചതും ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതും ദൈവത്തിന്റെ വകയാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നൊക്കെയും ആത്മാവിൽ ധ്യാനിച്ചിങ്ങനെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക. जब मैं प्रभु का बेटा है, प्रभु ने मुझको छुटकारा दिया है, प्रभु ने मुझको खरीदा है, प्रभु ने हमारे जीवन के लिए किया हुआ उन बातों को जैसे याद करके प्रभु के साथ हम संगति करते रहेगा तो हम आत्मा में बढ़ते जाएगा। അപ്പോൾ ക്രിസ്തുവിന്റെ അല്ലാത്തവരിൽ ദൈവത്തിൽ നിറയാൻ കഴിയുന്നത് എങ്ങനെ? जो लोग मसीह का नहीं है वो लोग आत्मा में भरने का अवस्था कैसे आएगा? അപ്പൊ ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്, अभी मैं प्रभु का खुद का है, എന്നെ വിലയ്ക്ക് വാങ്ങി, प्रभु ने मुझको खरीदा, ഞാൻ ഇനി എന്റെയും കൂടെ അല്ല, अभी मैं मेरा भी नहीं, ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്. अभी मैं मसीह का बन गया। ഇനിയും ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിറയുമ്പോൾ എന്റെ ശരീരം കൊണ്ട് പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ എന്റെ ശരീരത്തിന്റെ ചലനം, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ശരീരം മുഴുവനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് മാറ്റപ്പെടുകയാണ്. अभी जैसा मैं प्रभु के आत्मा से भरते जाएगा तो मेरा आत्मा नहीं, मेरा शरीर भी प्रभु के काम में आने लायक आत्मा से भरते जाता है। അപ്പൊ നമ്മള് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മള് കൊലോസ്യ ലേഖനം 1:20 വായിക്കുമ്പോൾ इस संबंध में हम कोलोसियों का पत्री 1 अध्याय का 20 वचन में जो पढ़ता है, അവിടെ അവിടെ എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മളെ ദൈവവുമായിട്ട് സമാധാനത്തിലാക്കിയതെന്നുള്ളതിന് ഒരു വിവരണം, അതാണ് സുവിശേഷത്തിന്റെ മർമ്മമായിട്ട് പൗലോസ് പറയുന്നത്. प्रभु ने हमें पिता के साथ संगति में कैसे लेकर आया, वो एक सुसमाचार का वेद के रूप में पौलुस यहाँ पर कहता है। कोलोसियों 1:20 और उसके क्रूस पर बहाए हुए लहू के द्वारा मेल मिलाप करके सब वस्तु का उसके द्वारा से अपने साथ मेल कर ले, चाहे वे पृथ्वी पे की हो चाहे हो स्वर्ग में की हो। നോക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇപ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമായി നോക്കുക, प्रभु के उपस्थिति में हम एक निष्कलंक, निष्कपट और अनेक प्रकार का जुड़ी को दूर करके प्रभु का उपस्थिति में खड़ा होने के लिए हम लायक बना। कैसे? देखिए, ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ उस संगति में जब रहता है, ഞാൻ എന്ത് പ്രവർത്തിച്ചാലും കുറ്റമില്ലായ്മ. मैं कुछ भी कार्य करता है तो वो वहां पर कुछ गलती नहीं निकलती, കാരണം കർത്താവ് തന്നെയാണ് എന്റെ ജീവിതത്തിലൂടെ ആ പ്രവൃത്തി കൊണ്ടുവരുന്നത്. क्योंकि प्रभु स्वयं मेरे जीवन में होकर के प्रभु अपना वो काम करते हैं। അതാണ് കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സത്യത്തിൽ നടക്കുക എന്നാണ്. संगति में चलने का अर्थ क्या है कि हम सच्चाई में चलना है കാരണം സത്യം പ്രവർത്തിക്കുന്നു. और हम सच्चाई का काम करते हैं। സത്യം പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? जो व्यक्ति सच्चाई क्यों नहीं कर पाता? എന്നെ ദൈവത്തിന് യോഗ്യനാക്കുന്നത് ക്രിസ്തു ആണെന്നുള്ള ആ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. मुझे प्रभु के उपस्थिति में योग्य बनाने वाला कार्य यीशु मसीह करता है, ये बात का ज्ञान ना होने के कारण। ഇതിന് പറയുകയാണ് യേശു ക്രിസ്തു ഇങ്ങനെ എന്നെ കുറ്റമില്ലാത്തവനായി അവന്റെ രക്തത്താൽ ആക്കി തീർത്തത് ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോട് ഞാൻ പ്രസംഗിക്കുന്നു. अभी प्रभु यीशु मसीह इस प्रकार मुझे एक निर्दोष बनाया, ये बात मैं आकाश के नीचे सारे सृष्टियों को प्रचार करता हूँ। അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെടണം. आप लोगों ने जो सुना हुआ ये सुसमाचार से तुम लोग कहीं हिल न जाए, उसमें तुम लोग स्थिर होना चाहिए। ഇത് പറഞ്ഞാൽ ഞാൻ എന്റെ സ്വന്തം യോഗ്യത ദൈവസന്നിധിയിൽ വരാൻ കൊണ്ടുവരരുത്. बोलने का अर्थ क्या है कि मैं अपना खुद का धार्मिकता का विषय को प्रभु का दृष्टि में, प्रभु की उपस्थिति में लेकर नहीं आना। അപ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തരുന്ന പ്രാഗൽഭ്യം, जब प्रभु यीशु मसीह की पवित्र लहू हमें जो देता है वो याब, നമുക്ക് ഏത് സമയത്തും
ദൈവത്തോടുള്ള പ്രവേശനത്തിന് അല്ലെങ്കിൽ ദൈവസന്നിധിയിലുള്ള കൂട്ടായ്മയ്ക്ക് അത് മാത്രമാണ് മുഖാന്തരം. हम कोई भी समय में प्रभु के निकट, प्रभु के संगति में जाने के लिए हमें योग्य बनाता है. सिर्फ लहू ही हमें योग्य बनाने वाला कार्य. നമ്മൾ 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ जब पहला पत्रोस पहला अध्याय का 18-19 वचन जब पढ़ता है, നമുക്കത് വളരെ നന്നായി അറിയാവുന്ന ഒരു വചനമാണ്. हम लोग अच्छी तरह जानने वाला एक वचन है. പക്ഷെ അവിടെ യേശുക്രിസ്തു രക്തത്തിന്റെ മൂല്യതയെ കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതിന്റെ മൂല്യത നമ്മൾ അറിയണം. अगर वहां पर प्रभु यीशु मसीह की लहू की महत्व के बारे में वो जो वर्णन करता है वो हमें जानना चाहिए. ഒന്ന് വായിക്കാം നമുക്ക്. पहला पत्रोस पहला अध्याय का 18-19 वचन. क्योंकि तुम जानते हो कि तुम्हारा निकम्मा चाल चलन जो बाप दादों से चलता आता है, उससे तुम्हारा छुटकारा चांदी सोने अर्थात नाशवान वस्तु के द्वारा नहीं हुआ, पर निर्दोष और निष्कलंक मेमने अर्थात मसीह के बहुमूल्य लोह के द्वारा हुआ है. അപ്പോൾ നമ്മുടെ പഴയ നടപ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് എന്താണ്? हमारा पुराना चाल चलन से हमें जो बचाने वाला चीज क्या है? നമുക്ക് രക്തത്തെ കുറിച്ചുള്ള മൂല്യത ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ രക്ഷിക്കപ്പെട്ടു, പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? പഴയ നടപ്പിൽ നടക്കും. हमारा जीवन में अगर लहू का मूल्य अगर नहीं जानेगा तो हम वापस पुराना चाल चलन में जा सकते हैं. അപ്പൊ ആ രക്തത്തിന് വില കൽപ്പിക്കുന്നത് ആരാണ്? उस लहू का मूल्य वो कौन उसका निर्णय लेता है? ദൈവമാണ്. ये परमेश्वर का काम है. ദൈവത്തിന് ക്രിസ്തുവിന്റെ രക്തം മൂല്യത ഉള്ളതുപോലെ जिस प्रकार परमेश्वर के सामने प्रभु का लहू का मूल्य है, എനിക്കും ആ മൂല്യതയെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ചു വരികയാണ്. मुझको भी जैसा प्रभु का संबंध में रहेगा तो उसका ज्ञान मुझ में बढ़ते जाएगा. കാരണം നമ്മൾ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം हम प्रभु यीशु पर विश्वास करने का अर्थ യേശു ഏറ്റവും വിലയുള്ളവനാണെന്ന് അറിയുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. प्रभु सबसे मूल्यवान है करके जानना, ये बात जानने का खास बात. ഒരു വാക്യം നമുക്ക് അവിടെ 1 പത്രോസ് 2-ാം അധ്യായം വായിക്കുകയാണ്. पहला पत्रोस दूसरा अध्याय में पढ़ता है, അതിന്റെ 7-ാം വാക്യം. उसका 7 वचन. 2:7. अतः तुम्हारे लिए जो विश्वास करते हो वह तो बहुमूल्य है. വിശ്വസിക്കുന്നവർക്ക് അവൻ എങ്ങനെയുള്ളവനാണ്? വിലയേറിയവനാണ്. विश्वास करने वालों के लिए वो बहुमूल्य है. അപ്പം വിശ്വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? विश्वास करने का अर्थ क्या है? യേശുവിനെ എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ജ്ഞാനത്തോടെ വിലയുള്ളവനായി കാണുന്നോ അതാണ് വിശ്വാസം. जब प्रभु यीशु मसीह पवित्र आत्मा की सहायता से पिता का दृष्टि में कितना मूल्यवान है, वो बात को जानना ही विश्वास है. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ യേശുവിൽ വിശ്വസിച്ചോ? क्या इसराइल के लोग प्रभु यीशु में विश्वास किया? വിശ്വസിച്ചു. उन्होंने विश्वास किया. പക്ഷെ അവരുടെ വിശ്വാസം 30 വെള്ളിക്കാശിന് ഇസ്രായേൽ മക്കൾ വിലമതിച്ച അല്ലെങ്കിൽ യേശുവിന് കൊടുത്ത അല്ലെങ്കിൽ വില എത്രയാ? 30 വെള്ളിക്കാശാണ്. परंतु उन्होंने यीशु मसीह को कितना दाम लगाया? सिर्फ 30 सिक्का. അപ്പം അവർ വില കൊടുത്തു. उन्होंने दाम जरूर दिया. പക്ഷെ എത്ര കൊടുത്തു? कितना दिया? നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും മൂല്യത ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ ക്രിസ്തുവിന്റെ രക്തത്തിന് മൂല്യത കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ പാപത്തിൽ വീഴും. अगर हम प्रभु यीशु मसीह के लोगों के उस मूल्य के बारे में यदि हम नहीं जानेगा तो हमारे जीवन में हम पाव में गिरेगा. കാരണം പാപത്തിൽ വീഴുന്നവനെ കുറിച്ച് വായിക്കുകയാണ്, അവനെ വീണ്ടും ക്രൂശിക്കുന്നവനും തന്നെ വിശുദ്ധീകരിച്ച നിർമ്മല രക്തം മലിനമെന്ന് വിചാരിക്കുന്നവനും കൃപയുടെ ആത്മാവിനെ തള്ളിക്കളയും. അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ മൂല്യത്തിൽ നിന്ന് എന്തെല്ലാം സംഭവിക്കുന്നു? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു, നമ്മൾ യേശു ക്രിസ്തുവിനെ ചവിട്ടിത്താഴ്ത്തുന്നു, വിലയില്ലാത്തവനായി കാണുന്നു. जब हम प्रभु में आने के बाद में यदि हम पाप में जाता है तो हम क्या क्या बड़ा बड़ा गुनाह करता है. जब हम प्रभु का लोगों को हम तुच्छ करता है, प्रभु यीशु मसीह को हमारे पाप तले लदाड़ता है, हम बिल्कुल प्रभु का उसको तुच्छ कर देता है. എന്നാൽ അതിന് നമ്മൾ കഴിയാതെ വരുന്നത് ഈ മൂല്യതയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മൂല്യതയെക്കുറിച്ച് കൂട്ടായ്മയിലൂടെ വർദ്ധിച്ചു വരുന്ന ജ്ഞാനം. കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് ഈ ജ്ഞാനം വർദ്ധിക്കത്തില്ല. हमें यीशु मसीह के लोगों का महत्व अधिक अधिक जानने के लिए हमें संगति चाहिए. संगति अगर नहीं है तो हम इसका महत्व को नहीं जान पाएंगे. അപ്പോൾ നമ്മളെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിർത്തുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. हमें प्रियो प्रभु की सामने हिम्मत के साथ खड़ा करने वाला बात प्रभु यीशु मसीह के लहू है. നമ്മളെ ദൈവം അതിനായിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. उसके लिए प्रभु ने हमको चुना है. നമ്മൾ 1 പത്രോസിൽ അത് വായിക്കുകയാണ്. हम पहला पत्रोस में ये बात पढ़ता है. അവിടെ അതിന്റെ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. पहला पत्रोस पहला अध्याय का दूसरा वचन. और परमेश्वर पिता के भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने और यीशु मसीह के लोहू के छिड़कने के जाने के लिए चुने गए हो. അപ്പൊ യേശുവിൻ രക്തത്താൽ തളിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. प्रभु यीशु मसीह की लहू के द्वारा ऐसा നമ്മൾ प्रभु यीशु मसीह के लोगों को छिड़काते रहना चाहिए. നമുക്ക് ഈ രക്തം തളിക്കുക എന്നുള്ളത് നമ്മളെ ഇവർ എബ്രായ വിശ്വാസികൾക്ക് അറിയാം. നമ്മൾ നേരത്തെ വായിച്ചു. हमने 2 കെരൂബുകളുടെ മധ്യത്തിൽ
മഹാപുരോഹിതൻ വന്ന് രക്തം തളിക്കണം. जब हमने यहूदी लोगों को ये बात समझना बहुत आसानी है, क्योंकि दो केरुबों के बीच में महायाजक लहू ला करके वहां पर बीच में छिड़काना है. അപ്പൊ രക്തം തളിക്കുമ്പോൾ ദൈവം കൃപാസനത്തിൽ നിന്ന് മഹാപുരോഹിതനോട് സംസാരിക്കും. जब लहू छिड़काता है तो प्रभु उस कृपासन के ऊपर से महायाजक से बात करता है. അപ്പൊ ജനം വെളിയിൽ കാത്തു നിൽക്കുകയാണ്. तब लोग बाहर इंतजार में है. അപ്പൊ ജനത്തോട് സംസാരിക്കാനുള്ള വചനം ദൈവം രക്തം തളിക്കുമ്പോഴാണ് മഹാപുരോഹിതനോട് പറയുന്നത്. जो लोगों से बात करना चाहिए वो बात इस लहू छिड़काने के समय में प्रभु याजक से कहता है. അപ്പം എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. प्रभु यीशु ने कहा मेरी बेटे मेरी आवाज सुनेगा. എന്താണ് കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാത്തത്? हम क्यों प्रभु का बातें नहीं सुनता? രക്തം തളിക്കുന്നില്ല. क्योंकि हम लहू नहीं छिड़का. നമ്മൾ രക്തം തളിക്കാൻ നമ്മൾ കൈകൊണ്ട് രക്തം തളിക്കുന്നതിനെ കുറിച്ചല്ല. हम लोग लहू छिड़काने का मतलब हमारा हाथ से लहू छिड़काने के बारे में नहीं. നമ്മുടെ വീണ്ടെടുപ്പ് വിലയായി യേശു കർത്താവ് സ്വർഗത്തിൽ പോയി പിതാവിന്റെ അടുക്കൽ രക്തം തളിച്ചു. जब हमारे छुटकारा का धाम में प्रभु यीशु मसीह पिता परमेश्वर की पवित्र उपस्थिति में जाकर के अपना लहू छिड़काया, അത് നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ്. ये हमारा छुटकारा का धाम है. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ മറിയ കർത്താവിനെ തൊടാൻ വന്നപ്പോൾ പറയും, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ ഇതുവരെയും പോയില്ല. जब प्रभु यीशु मसीह मृतकों से जी उठने के बाद में मरियम प्रभु को छूने के लिए गया, तब यीशु मसीह ने बोला, हे मरियम अभी तू मुझे नहीं छूना, क्योंकि मैं अभी तक पिता के पास नहीं गया. കാരണം മറിയയുടെ വീണ്ടെടുപ്പ് രക്തം അവിടെ തളിച്ച് വന്നതിന് ശേഷം പറയും, ഇനി എന്നെ തൊട്ടുകൊള്ളാം. हाँ, मरियम के लिए भी जो छुटकारा का लहू बहाया था वो वहां पर छुटकारा छिड़का करके वापस आने के बाद में फिर छूने के लिए परमिशन दिया. അപ്പൊ എന്റെ വീണ്ടെടുപ്പ് വില, എന്റെ ധനം സ്വർഗത്തിലാണ്. इसका मतलब मेरा छुटकारा का धाम स्वर्ग में है. ഇതിനെ കുറിച്ചുള്ള മൂല്യത വർദ്ധിക്കുന്നതോറും നമുക്ക് നല്ല കൂട്ടായ്മ കർത്താവിനോട് കൂടെ കിട്ടും. ये बात का सच्चा प्रकाश जैसे हमें बढ़ते जाएगा उतना अधिक हमें प्रभु के साथ का सौभाग्यता संगति हमें और भी मजबूत हो जाएगा. നമുക്ക് ഈ കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ इस संगति में जब हम बढ़ते जाता है, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള ബന്ധത്തിൽ മാത്രമല്ല പരലോകത്ത് ചെന്നാലും ഈ രക്തത്തിന്റെ മൂല്യതയിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ്. सिर्फ इस दुनिया में रहने के समय में लहू का महत्व है ऐसा नहीं, हम अनंत काल में ये लहू का महत्व है करके प्रभु का वचन कहता है. നമ്മളവിടെ എബ്രായ ലേഖനം അതിന്റെ 13 അധ്യായത്തിൽ 20 വാക്യം വായിക്കുമ്പോൾ इब्रानियों 13 अध्याय उसका 20 वचन में हम पढ़ता है. इब्रानियों का 13 अध्याय का 20 वचन. अब शांति का दाता परमेश्वर जो हमारे प्रभु यीशु मसीह को जो भेड़ों का महान रखवाला है, सनातन वाचा के लहू के गुण से मरे हुए में से जिलाकर ले आया. അപ്പൊ അവിടെ നിത്യ നിയമത്തിന്റെ രക്തത്താൽ. यहाँ पर हम पढ़ता है कि सनातन वाचा के लहू के उस वाचा के द्वारा. അപ്പൊ കർത്തൃമേശ നിയമിച്ച് ആക്കിയ സമയത്ത് പറയുകയാണ്, ഇതാ പുതിയ നിയമത്തിന് വേണ്ടി ഞാൻ ചൊരിയുന്ന എന്റെ രക്തം. जब नया नियम की मंडली के लिए जब प्रभु ने इस मेष का स्थापना किया तब बोला कि नया नियम का लहू, वाचा का लहू. ഈ നിയമം എത്ര നാളത്തേക്കുണ്ട്? ये वाचा कब तक है? ഇറ്റേണൽ നിത്യജീവൻ എന്ന് പറയുന്ന അതേ നിത്യതയാണ് ഇവിടെയും പറയുന്നത്. यहाँ पर जो अनंत जीवन कहा गया वो अनंत काल की वही व्यवस्था यहाँ पर भी है. നിത്യ സ്നേഹം, अनंत काल का प्रेम. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ നാമും ദൈവവുമായുള്ള ഉടമ്പടി ഈ നിത്യ രക്തത്താൽ ഉടമ്പടി ചെയ്തിരിക്കപ്പെട്ടിരിക്കുക. जैसा प्रभु हमेशा एक सा है वैसा इस पवित्र लहू के द्वारा हमेशा के लिए ये वाचा बांधा गया. അപ്പോൾ ഒരു വിശ്വാസി തള്ളപ്പെടുമോ? इसका मतलब एक विश्वासी क्या इनकार किया जाएगा? ഒരിക്കലും ഇല്ല. कभी नहीं. പക്ഷെ അവനങ്ങനെ തോന്നാൻ കാരണം परंतु कुछ लोगों को ऐसे क्यों लगता है? ഈ ദൈവമായുള്ള കൂട്ടായ്മയിൽ ഈ പരിജ്ഞാനം വർദ്ധിച്ചു വരാത്തത് കൊണ്ടാണ്. हाँ, प्रभु के साथ का ये संगति में इस ज्ञान में वो उन्नति नहीं पा रहा है, इस कारण ऐसा लगता है. അപ്പൊ നമ്മള് പിന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ കൂടെ വായിക്കാം. जब प्रकाशित वाक्य पहला अध्याय उसकी 5 और 6 वचन भी हम पढ़ेंगे. ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ വിഷയമാക്കുമ്പോഴാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. जब ये सारे बातों को हम अपने अनुभव में लाएंगे तभी हम उस संगति का सच्चा महत्व को समझ पाएंगे. और यीशु मसीह की ओर से जो विश्वास योग्य साक्षी और मरे हुए में से जी उठने वालों में पहलौठा और पृथ्वी के राजाओं का हकीम है, तुम्हें अनुग्रह और शांति मिलती रहे. वह हमसे प्रेम रखता है और उसने अपने लहू के द्वारा हमें पापों से छुड़ाया है. हम अपने एक राज्य
और हमें एक राज्य और अपने पिता परमेश्वर के लिए याजक भी बना दिया। അപ്പൊ നമ്മൾ പാപം പോക്കുക മാത്രമല്ല യേശുവിനെ രക്തം ചെയ്യുന്നത്, सिर्फ हमारा पाप से हमें छुटकारा मिला इतना ही नहीं प्रभु का लहू ने നമ്മളെ किया। ദൈവമക്കളാക്കുക മാത്രമല്ല, हम सिर्फ प्रभु का बच्चा बना, संतान बना उतना ही नहीं, പിന്നെ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കുന്നത് ഈ രക്തമാണെന്നാണ്. हमें राजा और याजक भी बनाता है ये लहू। എന്റെ അധ്വാനം കൊണ്ടോ എന്റെ പരിശ്രമം കൊണ്ടോ അല്ല, ദൈവം എന്നെ ആക്കുകയാണ് രക്തത്തിന്റെ മൂല്യത കൊണ്ട്. ये कोई मेरी मेहनत नहीं, मेरी परिश्रम नहीं, और तो प्रभु यीशु मसीह की लहू के द्वारा प्रभु ने मुझको ये पद भी मिलाया। നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സൈലന്റ് ആയിരിക്കാൻ കഴിയുമോ? क्या प्रियो, हम ये वचनों को पढ़ने के समय में हम शांत रह पाएंगे? നോക്കുക, എന്നെ അവിടെ വായിക്കുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും. हमें प्रेम करने वाला, എന്നിട്ട് ഈ സ്നേഹത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിച്ചിട്ട് നമ്മളെ ഈ രക്തം മൂലം, രക്തത്തിന്റെ മൂല്യത നിമിത്തം, യേശുക്രിസ്തുവിന്റെ ആ രക്തച്ചൊരിച്ചിൽ നിമിത്തം നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. इस प्रेम करने के द्वारा प्रभु ने क्या किया? अपना पवित्र लहू बहा करके उस लहू के द्वारा हमें राजा और याजक बनाया। അപ്പൊ നമ്മളൊരു പുരോഹിതന്റെ വസ്ത്രം ഭൗമികമായിട്ട് ഉടുക്കുന്നത് കൊണ്ട് നമ്മൾ പുരോഹിതന്മാരാകുന്നില്ല. हम लोग दुनिया का रीति में एक वस्त्र पहनने से हम याजक नहीं बनता, എന്നാൽ ക്രിസ്തുവിനെ തന്നെ ധരിക്കുന്നതിലാണ് പുരോഹിതന്മാരാകുന്നത്. पर जो हम मसीह को धारण किया है तो हम प्रभु का याजक है। അവന്റെ രക്തത്താൽ അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയാണ്. हम प्रभु यीशु मसीह के द्वारा छुटकारा पाने के द्वारा हम प्रभु के उस भले कामों के बारे में घोषणा करते हैं। നമുക്കതിന്റെ പരിജ്ഞാനം വർദ്ധിക്കുന്തോറും ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്നെ പുരോഹിതനായിട്ടും എന്നെ രാജാവായിട്ടും ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള കടപ്പാട് എത്ര വലുതാണ്. हमें जो प्रभु ने मुझको लाया हुआ उन पदवियों के बारे में जब हम याद करेगा तो हम प्रभु से कितना आभार भरा दिल से प्रभु को महिमा लाना चाहिए, कितना बड़ा उसका हम जिम्मेवार लोग हैं। നമുക്ക് ഒരു ചിന്തയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എന്നെ ശുദ്ധീകരിക്കുന്നു എന്നൊരു ചിന്തയുണ്ട്. कई बार हमको ऐसा लगता है कि जब मेरे जीवन में कोई कष्ट आता है, दुख आता है, ये कष्ट और दुख के द्वारा प्रभु मुझे पवित्र करता है करके एक विचार हमें है। ചില സഹോദരങ്ങള് ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ അവർ എന്തെങ്കിലും ചെറിയ ലഘുവായ ഭക്ഷണം കഴിച്ച് വളരെ ദുഃഖിച്ചൊക്കെ ഇരിക്കും. ഇതിലൂടെ ഞാൻ ശുദ്ധനായി തീരുന്നു എന്നൊരു ചിന്തയുണ്ട്. कई बार कई लोग गुड फ्राइडे आता है और शो का जो हमारे शुक्रवार आता है, वो लोग क्या करता है, वो दुखी होकर के एकदम हल्का सा भोजन गा करके अपने आप को बहुत दुखी होकर दिखाता है। നമ്മുടെ ഒരു കഷ്ടതയും നമ്മളെ ശുദ്ധീകരിക്കുന്നില്ല. प्रियो, ऐसा कोई कष्ट लेकर के हमें शुद्ध होने का कोई भी कारण नहीं, ऐसा हमें शुद्ध नहीं बनाता। നോക്കാം, നമ്മുടെ ലോകത്തിലുള്ള മനുഷ്യർ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ പോകുന്നു. प्रियो, दुनिया के लोग कितनी प्रकार के कष्टों में होकर गुजरते हैं। അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. हमें हमारे जीवन में आने वाला कोई कष्ट हमको शुद्ध नहीं करता। എന്നാൽ ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഒരുപക്ഷെ കഷ്ടത പ്രയോജനപ്പെട്ടേക്കാം. जब प्रभु हमें शुद्ध करने के लिए प्रभु की योजना के अनुसार का जो काम है वो हमें हो सकता है शुद्ध भी करे। നമുക്ക് വളരെ കഷ്ടതയിലൂടെ വരുന്ന വിശുദ്ധന്മാരെ കുറിച്ച് വായിക്കും. നമുക്കൊരു വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. हम लोग और एक वचन पढ़ करके समाप्त करेंगे, जो कि वो लोग बहुत कष्ट में से होकर के गुजर कर आया। അതിന്റെ വെളിപ്പാട് പുസ്തകം 7:14 വാക്യം. उसका प्रकाशित वाक्य 7 अध्याय का 14 वचन। मैंने उनसे कहा, हे स्वामी तू ही जानता है। उसने मुझसे कहा, ये वे हैं जो उस महाक्लेश में से निकल कर आए हैं। इन्होंने अपने अपने वस्त्र मेमने के लहू में धोकर श्वेत किए हैं। കേട്ടോ, ഇവർ കഷ്ടത്തിൽ വന്നതുകൊണ്ട് ശുദ്ധരാണെന്നാണോ? ये लोग महाक्लेश में से आया इसलिए पवित्र ऐसा है क्या? അല്ല, नहीं, കഷ്ടത്തിൽ കൂടെ വന്നിട്ടും परंतु वो महाक्लेश में होकर के आया तो भी എന്നിട്ടും കുഞ്ഞാന്റെ രക്തത്താലാണ് ശുദ്ധരായി തീർന്നത്. वे लोग मेमने की लहू के द्वारा शुद्ध किया गया। അതുകൊണ്ട് इसलिए അല്ലെങ്കിൽ കുഞ്ഞാന്റെ രക്തത്താൽ ശുദ്ധരായി തീർന്നത് കൊണ്ട് അതുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നതാണ് അതിന്റെ 15 വാക്യത്തിൽ വായിക്കുന്നത്. उस मेमने की लहू से वे लोग धोकर सफेद किया गया, शुद्ध किया गया, इसलिए वो प्रभु की आराधना करता है करके 15 वचन में लिखा है। അപ്പൊ നമുക്ക് രാപ്പകൽ ആരാധിക്കാം. हम दिन रात आराधना कर सकते हैं, നമ്മുടെ ഒരു യോഗ്യതയുമല്ലാതെ. हमारा कोई योग्यता नहीं। പിന്നെന്താണ്? फिर क्या है? ഞാൻ വളരെ കഷ്ടങ്ങളിലൂടെ പോയി എന്ന് വിചാരിച്ച് എനിക്ക് യോഗ്യത കിട്ടുന്നില്ല. मैं बहुत कष्ट में गुजरा बोलने से मैं योग्य नहीं बनता। പക്ഷെങ്കിൽ കഷ്ടങ്ങൾ നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. जरूर प्रभु के लिए अगर हमने कष्ट सहा है तो वो हमें जरूर प्रतिफल देगा। പക്ഷെ ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യത നമുക്ക് തരുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. परंतु प्रियो, एक बात हमेशा याद रखना,
प्रभु के निकट जाने के लिए हमें योग्य बनाने वाला एकमात्र बात प्रभु यीशु मसीह की पवित्र लहू है। അവരെ ആരാധിപ്പാൻ നമുക്ക് യോഗ്യത തരുന്നത് യേശുവിന്റെ രക്തമാണ്. हमें प्रभु की आराधना करने के लिए योग्य बनाता है वो प्रभु यीशु मसीह का लहू है। നമുക്ക് രാപ്പകൽ ആരാധിക്കാം, हम दिन रात आराधना कर सकते हैं കാരണം രക്തത്തിന്റെ മൂല്യത ദൈവസന്നിധിയിൽ അത്രത്തോളം വലുതാണ്. क्योंकि प्रभु यीशु मसीह की पवित्र लहू का मूल्य प्रभु पिता की दृष्टि में इतना बड़ा है। അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും जब हम प्रभु के साथ संगति करके बोलता है ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, तभी भी हम अंधकार में अगर चलता है, ആ ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? अंधकार में चलने का अर्थ क्या है? നമ്മുടെ സ്വന്തം വഴിയിൽ ദൈവത്തിൽ വരുന്ന ദൈവസന്നിധി हम വരുന്നു. अपने मार्ग में अपनी क्रोध का धार्मिकता में प्रभु के निकट आता है। എന്നാൽ യേശു ക്രിസ്തു ചിന്തിയ രക്തമുഖാന്തരം ദേഹം എന്ന തിരശ്ശീല ചിന്തി നമുക്കൊരു പുതുവഴി തുറന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ വഴിയിലൂടെ കൂട്ടായ്മ. प्रभु यीशु मसीह ने अपना शरीर रूपी वर्धा बाढ़ करके बहाया हुआ लहू के द्वारा हम प्रभु के निकट आएगा तो हमें प्रभु के साथ का सच्चा सौभाग्यता है। ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കും. प्रभु हमें कितना प्यार करता है। അപ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ പല വശങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. प्रभु के साथ का संगति का कई बाजू का बातों को हम देख रहा था। ഇതൊക്കെ ഈ ദൈവത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ये सारे बातों को जब हम प्रभु को बस्ती में बैठ करके इस बातों को ध्यान करेंगे, इस बातों को मनन करेंगे, ദൈവത്തിന്റെ നിറവ് നമ്മളിൽ സംഭവിച്ചു. प्रभु के आत्मा का भरपूरिता हमारे में होते रहेगा। ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാനാണ് സഭ. ആ വിലയ്ക്ക് വാങ്ങിയ പാത്രം. प्रभु का सारी परिपूर्णता में पहुंचना, उसके लिए प्रभु ने हमें खरीदा हुआ हम पात्र है। ഹല്ലേലൂയ. प्रेज द लॉर्ड। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. प्रभु हमें बहुत सहायता करे। प्रभु का अनुग्रह सबके साथ। Praise the Lord.